സ്നേഹ രേണു കഴിഞ്ഞപ്പോൾ ഒരു റോണു പുതിയൊരു ലൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നുന്നുണ്ട് ഈ രേണുവും റോണുവും തമ്മിൽ. ഓക്കെ, അപ്പം എന്താണെങ്കിലും അജിൻ എടുത്ത ഇൻ്റർവ്യൂ സീരിയൽ ടുഡേ എന്ന് പറഞ്ഞ ചാനലിൽ വന്ന എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ബിഗ് ബോസ് താരമാണ്. ബിഗ് ബോസ് താരമാണ് എന്ന് പറയുമ്പോൾ ഏതാണ് ആ താരം എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ. അതുകൊണ്ടാണ് 3-3.5 ലക്ഷം ആളുകൾ ഇന്റർവ്യൂ കണ്ടത്. ബിഗ് ബോസ് പ്ലസ് ജീവിതം തകരാറാക്കി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ റോണു ചന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ സെറ്റപ്പിലേക്കൊക്കെ എത്തിയത്. പ്ലീസ് റീഡ്. ഫ്രണ്ട്സ്, സോറി, എന്നോട് പലരും വീണ്ടും ചോദിക്കുന്നു വീട് പണി എന്തായി, ലോണൊക്കെ അടച്ചു തീർത്തോ, ഒരുപാട് കടങ്ങളുണ്ടോ? കോമൺ സാധനങ്ങളാണ്. ചേട്ടൻ ഡയറക്ടർ അല്ലായിരുന്നോ, എങ്ങനെയാണ് നീ വാടകയൊക്കെ കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കാൻ മടിക്കുന്നതും ചോദിച്ചവരോടുള്ള ഉത്തരവും മറുപടി തരാൻ ഞാൻ ഫുൾ ടൈം ഇതിലല്ല. സോ എനിക്ക് ഡയറക്റ്റ് എല്ലാവർക്കും ഉള്ള ഉത്തരം, വീടിൻ്റെ ലോൺ ഇപ്പോൾ വീടിന് ഇൻഷുറൻസ് എടുത്തിട്ടില്ല, ഏകദേശം 49 ലക്ഷം ബാധ്യത, ചേട്ടൻ്റെ കഷ്ടപ്പാടും അത് ചേട്ടൻ്റെയും എൻ്റെയും പേരിലായതുകൊണ്ടും ബാക്കി മൈനറായ മക്കൾക്കും അത് ബാധ്യത, ഞാൻ മരിച്ചാലും അത് മക്കൾക്ക് കൂടിയാകും, അത് തന്നെ വലിയ വിഷമം. പിന്നെ ചേട്ടനുള്ളപ്പോൾ 5 വർഷത്തേക്കുള്ള പ്രൈവറ്റ് പേഴ്സണൽ എൻ്റെ പേരിൽ ബാക്കി 3 lakhs അടവ്, എൻ്റെ ഒരു തൊഴിലിൻ്റെ ബാധ്യത 7 lakhs, ഇനി ഈ 7 lakhs ബാധ്യത എനിക്ക് എങ്ങനെ വന്നു എന്നല്ലേ. അത് ചേട്ടനും ഫ്രണ്ട്സും ചേർന്ന സ്റ്റുഡിയോ തുടങ്ങി പാർട്ട്ണർഷിപ്പിൽ കിട്ടിയ തുകയിൽ ഞാൻ പണയം വെച്ച് ഗോൾഡ് ഫുൾ എടുത്തു. ആ ഗോൾഡ് എടുത്ത് അത്യാവശ്യം ബാക്കി കാര്യങ്ങൾ നടക്കണം, EMI, വീട് വാടക എന്നൊക്കെ ഉദ്ദേശിച്ച് അങ്ങനെ ഞാൻ ചെറിയ സഹായം കൊണ്ട് അങ്ങ് പോയി. ബട്ട് ബാക്കി ഗോൾഡ് അത് എനിക്കൊരു തൊഴിലിനു വേണ്ടി പണയം 5 lakhs പണയം വെച്ച്, പിന്നെ പലിശയ്ക്ക് എടുത്തത് 2 lakhs, പിന്നെ അതിൽ കടം 2 lakhs, പലിശ കടം ചേട്ടൻ്റെ സാലറി വന്നപ്പോൾ ബാക്കിയുള്ള ചെറിയ പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു, വീടിന് വേണ്ടി എടുത്തത് തീർത്തു. ഇതൊക്കെയാണ് എൻ്റെ പേരിലുള്ള ബാധ്യത. എന്തായാലും ഒരു പണിയുമില്ലാത്ത ഞാൻ എന്ത് കണ്ടിട്ട് ചേട്ടനില്ലാതെ ജീവിക്കേണ്ടത്? ഇപ്പോൾ ഉള്ള ജോലി ഫോട്ടോ ഞാൻ തെണ്ടിയാലും പലരും കരുതുന്ന പോലെ ഷെജിട്ടൻ്റെ മക്കൾ ഹെൽപ്പ് ചോദിച്ചു വരില്ല, അവരുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവസരം ഉണ്ടാക്കില്ല, അവർ വിശ്വസിച്ചു അവരുടെ അച്ഛനെ സ്നേഹിക്കുന്നവർ അവർക്ക് വേണ്ടി വരുമെന്ന് സഹായിക്കാൻ. അതോടെ ഷെജിയേട്ടൻ്റെ മക്കൾക്ക് മനസ്സിലായി അവരുടെ അച്ഛന് യാതൊരു വിലയും ഇല്ലെന്ന്. എൻ്റെ എല്ലാ അഭിപ്രായമാണ്. 15 വയസ്സുള്ള മോന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സുഹൃത്തുക്കളോടായാലും ചില ബൈപ്പോളർ ഡിസീസ് ഉള്ളവരായാലും NB നേരിട്ട് കേട്ടതും വായിച്ചതും ഷെജിയേട്ടൻ്റെ മക്കൾ വരട്ടെ, സഹായം ചോദിച്ചു എന്ന്. അങ്ങയുടെ മക്കളല്ലേ, നിന്റെ ഒന്നും മുന്നിൽ വരില്ല. ഓക്കെ, അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ ഈ രേണുവും റോണുവും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എനിക്ക് ഇവിടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം സഹായിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും, രണ്ടുപേരും കലാകാരന്മാരാണ്. ബേസിക്കലി ഒരാൾ ആർട്ടിസ്റ്റാണ്, ഒരാൾ ഡയറക്ടറാണ്, ഇത്ര ഇതിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ സഹായിക്കാൻ ആരെങ്കിലും വരുന്നുള്ള ഒരു സെയിം പ്ലോട്ടാണ്. കടബാധ്യത വീടിൻ്റെ ഒരു സെയിം പ്ലോട്ടാണ്. അവിടെ വീടില്ല, അവിടെ വീടുണ്ട്, പിന്നെ ഒരുപാട് കടങ്ങളുണ്ട്. ആൻഡ് അഗെയിൻ ആളുകളും സുഹൃത്തുക്കളും ബാക്കിയുള്ളവരും സഹായിക്കുന്നുള്ളൊരു പ്രതീക്ഷ കാര്യങ്ങളുണ്ട്. പിന്നെ കുടുംബജീവിതത്തിലേക്ക് തകരാറാക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന കുറെ കഥാപാത്രങ്ങളെ കുറിച്ച് റോണു പറയുന്നു. അവിടെ കുറെ കഥാപാത്രങ്ങൾ അവരായിട്ട് കയറി വന്നു. അപ്പൊ രേണു റോണു ഈസ് ഓൺ ദ സെയിം അല്ലെ, ഒരു കോയിന്റെ 2 വശമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ അജിന്റെ കൂടെയുള്ള ഇന്റർവ്യൂയുടെ ഒരു തുടക്കം വരുന്നത്. സോ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ബിഗ് ബോസ് ഫെയിമിന്റെ പേരും പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളൊരു പെർസ്പെക്റ്റീവ്, എൻ്റെയും സ്നേഹയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇതാണ് ബേസിക്കലി ഈ ഒരു കോണ്ടന്റ് ഞാൻ എടുക്കാൻ തന്നെ കാരണം. ഒരുപാട് പേര്, ഞാൻ ധർമ്മസ്ഥലയിൽ വീഡിയോ ചെയ്യാതിരിക്കുകയായിരുന്നു, ഞാൻ നോക്കുമ്പോൾ ഈ ലൂപ്പ് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ഇതൊരു അരിക്കണ്ടന്റ് ആണെങ്കിൽ അത് ചെയ്യും. എനിക്കിത് ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിക്കണ്ടന്റ് ആട്ടോ, എനിക്കിതൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ടൊന്നും എനിക്കിതിൽ പറയാനില്ല. പരദൂഷണം കണ്ടന്റ്, ഞാൻ സ്നേഹിയിരുന്ന പരദൂഷണം പറയുന്നു. ബേസിക്കലി ഞങ്ങൾ അരി മേടിക്കുന്നു, അതിനപ്പുറം ഇല്ല. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിരുന്ന പോലെ തന്നെ നമ്മൾ ചാനലുള്ളത് കൊണ്ട് നമുക്കിത് വീഡിയോ ഇട്ട പൈസ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വീഡിയോ ആക്കിയിട്ട് എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞിട്ട് പോകും. ഫൈൻ, കാണേണ്ടവർ കണ്ടാൽ മതി. ഞാൻ അത് ആദ്യം പറയും, ഈ ടോപ്പിക്കൊക്കെ അങ്ങനെ കാണേണ്ടവർ അല്ലേ, കാണേണ്ടവർ കണ്ടാൽ മതി. ഈ പ്രണയ വിവാഹത്തിലോട്ട് തുടക്കം കുറിക്കുന്നത് എങ്ങനെയായിരുന്നു, ആരായിരുന്നു? ചേട്ടന് എനിക്കൊരു 17-18 വയസ്സുള്ള സമയത്ത് ഒരു തമിഴ് സിനിമ ചെയ്യാനിരുന്നു. അതില് എന്റെ അനിയത്തിയെ നായികയായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഫോട്ടോഷൂട്ടിന് പോയിരുന്നു. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ അന്ന് മുതൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ എന്നെ കണ്ടു, പരിചയമായി, ഞങ്ങളത് പ്രണയത്തിലേക്ക് കൈമാറി. പ്രണയ വിവാഹമാണ്, ചെറിയ വയസ്സിലാണ്, 2 റിലീജിയൻ, അങ്ങനെ ഒരു സീനുണ്ട്. പിന്നെ അതല്ലാതെ ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ്. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഏറ്റവും ഹാപ്പി ആയിട്ട് പോകാനുള്ള എല്ലാ ഫ്ലേവേഴ്സും ഉള്ള ഒരു സ്റ്റോറി. അത് ബേസിക്കലി ലവ് സ്റ്റോറിക്കകത്ത് അവർ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കമ്പയറിങ് ടു
അറേഞ്ച് മാരേജ് ലവ് സ്റ്റോറിക്ക് കുറച്ചും കൂടി എനിക്കങ്ങനെ ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് നമുക്കൊരു സോളിഡ് ഫീലിംഗ് ആണുള്ളത്. കാരണം അണ്ടർസ്റ്റാൻഡിങ് കൂടുതലായിരിക്കും. നമ്മൾ പ്രേമിച്ചുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം കൊണ്ടും പ്രേമിച്ച് കല്യാണം കഴിച്ചത് ഒരു വേറെ ഫീലാണ്. മറ്റേത് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വേണം ഒന്ന് സെറ്റ് ആവാൻ. ഇത് പ്രേമ കല്യാണം ആയതുകൊണ്ട് തന്നെ ഒളിച്ചോടി പോയൊരു കല്യാണം ഒക്കെ ആവുമ്പോൾ തന്നെ ശരിക്കും ഇവർ തമ്മിലുള്ള ബോണ്ട് അടിപൊളി ആവേണ്ടതാണ്. ബട്ട് എവിടെയോ എന്തൊക്കെയോ ആരൊക്കെയോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നോക്കാം. നമ്മള് ഇടയ്ക്ക് വല്ലപ്പോഴും ടൂറിന് പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടേതായ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കുടുംബത്തിലുള്ളതുപോലെ ഇണക്കവും പിണക്കവും തീർച്ചയായിട്ടും അത് ചിലവരത് മുതലെടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി. അങ്ങനെയാണ് കുറച്ച് എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത്. അത് ചേട്ടൻ്റെ ഒരു സൗഹൃദം വെച്ചിട്ട് ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി. ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും. അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്കൊരു തുടക്കം തന്നെ എന്ന് പറയാം. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു. ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം, അറിയായിരിക്കും. വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ. ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. കുറച്ചുനാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും രോണു ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് രോണു ഈ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ഭാര്യ ഭർത്താവും കുറച്ച് എന്താ പറയുക, കുറച്ച് ആ ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും. അത് എനിക്കതിന് കറക്റ്റ് അറിയില്ല പറയാൻ. അതിന്റെ പേര് വഴക്ക് തുടങ്ങി. എനിക്ക് അതിനെ പറ്റി കുറച്ചാൽ മാറി നിൽക്കേണ്ടി വന്നു. എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു. അന്ന് സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയമാണ്. ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ബേസിക്കലി ഇവർ ഈ പറയുന്ന ലൈഫ് സ്റ്റോറി പ്ലോട്ടിനകത്ത് ഹസ്ബൻഡാണ് വില്ലൻ. ഹസ്ബൻഡ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷനുമാണ് ഇതിൽ വില്ലനായിട്ട് ഇവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ സാമ്പത്തികം, ഓക്കെ, സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന പോലെ ഒരാളൊപ്പം കൂടുന്നു. പക്ഷെ അത് എന്ത് എക്സ്ട്രീമിലാണ്, ഏത് കൈൻഡ് ഓഫ് ഫേസിലാണ്, എങ്ങനത്തെ കൈൻഡ് ഓഫ് സംഗതിയാണെന്നൊന്നുമില്ല. അത് ആളുകളുടെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ സാധനം എന്ന് പറഞ്ഞിട്ട് ഒരു ചീഞ്ഞ സാധനം കൊണ്ടുപോയി വെച്ചിട്ട് സ്വന്തം ഭർത്താവിനെ കളിയാക്കി പോകുന്ന ഒരു രീതിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. അല്ലെങ്കിൽ പിന്നെ ക്ലിയർ ക്ലാരിറ്റിയിൽ പറയാം. ക്ലാരിറ്റി ഇല്ല. ഈ സുചിത്ര എന്ന് പറഞ്ഞ ആള് ലൈഫിലേക്ക് എന്റെ ഭർത്താവിന്റെ ലൈഫിൽ വന്നു, അവർ ഇത്ര എമൗണ്ട് വാങ്ങി അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചതിച്ചു എന്നുള്ളതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അത് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പറയാൻ അറിയാഞ്ഞിട്ടാണോ, മീൻസ് എക്സ്പ്രസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ മൊത്തത്തിലൊരു ഷിവറിങ്, ഒരു ആങ്കർ പിടിച്ചു. അതായത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഭർത്താവ് എന്നുള്ള ഭയങ്കര ലോകായിട്ട് നിൽക്കുന്ന ആള്. കാരണം ഇത് പറഞ്ഞില്ലേ, സംസാരത്തിലുണ്ട്. കാരണം എന്റെ ഭർത്താവ്, എനിക്ക് ഭർത്താവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഭർത്താവിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവര് പറഞ്ഞിട്ടില്ലേ ആ ഒരു സ്ത്രീ വന്നതിന് ശേഷമാണ്. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നുകയാണ്. അതും ആവാം, പെട്ടെന്ന് ഒരാൾ വന്നു. പക്ഷെ എന്താ അറിയോ, ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കേസ് ഇപ്പൊ ഇങ്ങനെ ഇന്നലെ രാത്രി മുതൽ അറിഞ്ഞ് ഇങ്ങനെ രാവിലെ മുതൽ നോക്കി, പിന്നെ നമുക്ക് കിട്ടാവുന്ന സോഴ്സിലൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ ഹിയർസേ ആണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല, അവര് പറഞ്ഞത് ഇവര് പറഞ്ഞ കഥകളൊക്കെ. അങ്ങനത്തെ കാര്യത്തിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കോയിന് 2 വശം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവര് പറയുന്ന ഈ ഒരു വേർഷൻ ഇത് ഇവരുടെ വേർഷനാണ്. ഇനി ഇവരുടെ വേർഷൻ അല്ലാതെ അപ്പുറത്തെ ആളില്ല, മരിച്ചുപോയി. അവർക്കൊരു വേർഷൻ, മരിച്ചുപോയ ആൾക്ക് വേർഷൻ ഇല്ല. ആ മരിച്ചുപോയ ആൾ ഇവരുടെ ഭർത്താവും കൂടി ആവുമ്പോൾ ആ മരിച്ചുപോയ ഭർത്താവിന്റെ വേർഷൻ എന്ന് പറയുന്നത് ഇവരുടേതായിട്ട് മാറിക്കഴിയും സ്വാഭാവികമായിട്ട്. പിന്നെ ഇവർ പറയുന്ന പോലെയാണ്, പിന്നെ ആരും പിന്നെയുള്ള ഫ്രണ്ട്സ് ആണ്. അല്ലെങ്കിൽ ഇവർ പറയുന്ന ലേഡി സുചിത്ര എന്ന് പറഞ്ഞ ആള് വന്ന് സംസാരിക്കണം. ഇപ്പൊ സുചിത്ര എന്ന് പറഞ്ഞ ആള് വന്ന് ഇപ്പൊ ഒന്നുമില്ലാത്തൊരു കേസിൽ സുചിത്രയ്ക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു സുചിത്ര കേസ് കൊടുത്തു. എനിക്ക് അറിയാൻ കഴിഞ്ഞത് സുചിത്ര കേസ് കൊടുത്തു എന്നാണ്. ഇവർക്കെതിരെ കേസ് കൊടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ ഹിയർസേ ആണ്. ഇവർ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് പറയുന്നവരും ഉണ്ട്. ഇവർ ഈ പറയുന്ന കാര്യം ഇവരുടെ, അതായത് ഈ ലേഡിയുടെ കുറച്ച് പേഴ്സണാലിറ്റി പ്രശ്നങ്ങളും ഇവരുടെ കുറച്ച് പേഴ്സണൽ ലൈഫിലെ എന്താ പറയാ മദ്യപാനം പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ ഇവരുടെ എക്സ്ട്രാ മാരിറ്റലും ഇവരുടെ കള്ളുകുടി പ്രശ്നങ്ങളും എന്നൊക്കെ ഉള്ള ഒരു വേർഷൻ പറയുന്ന ആളുകളും ഉണ്ട്. അത് തുറന്ന് നമ്മളെ ശാലിനിയുടെ ഇന്റർവ്യൂല് തത്സമയം ശാലിനി എന്ന് പറഞ്ഞ ചാനലിന്റെ ചാനലില് സീരിയലിന്റെ PR വന്നിരുന്നു പറയുന്നുണ്ട്.
മനസ്സിലായോ? അങ്ങനത്തെ ഒക്കെ ഒരു സൈഡ് വേറെ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാനിതാ പറഞ്ഞത് ഇതൊരു ചീഞ്ഞ ബാഗേജ് ആണ്. ലൈക്ക് ഹൗ രേണുസുതി കോണ്ടന്റ് അതേപോലെ തന്നെ ആയി പോയി റോണു എന്ന് പറഞ്ഞ കോണ്ടന്റും. ഭർത്താവ് മരിച്ച ഭർത്താക്കന്മാർക്ക് ആർക്കും ഇനി വന്നിട്ട് കാര്യം പറയാനോ തെളിയിക്കാനോ പറ്റില്ലല്ലോ. എനിക്കിവിടെ തോന്നുന്നത് എന്താ അറിയോ, ഇവർക്കും കടമുണ്ട്, അവിടെയും കടമുണ്ട്. ഇവിടെ വീട് പണി ലോണ് കാര്യങ്ങളുണ്ട്, അവിടെ വീടേ ഇല്ല. ദ എൻഡ് ഓഫ് ദ ഡേ മരിച്ചു പോയ ആളെ ഷെയിം ചെയ്ത്, അല്ലെങ്കിൽ മരിച്ചു പോയ ആള് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫിൽ എന്തെങ്കിലും സീക്രട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാര്യമാര് തന്നെ വന്നിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതുമായിട്ട് വന്നിരുന്ന് അങ്ങോട്ട് ഇല്ലാതാക്കി. പിന്നെ അതിൽ നിന്ന് കുറെ സഹായം, ചിലപ്പോൾ ഇവരെ ഭാഗത്ത് കുറെ ആൾക്കാർക്ക് ന്യായം തോന്നി സഹായിക്കും, ചിലപ്പോൾ ഇന്റർവ്യൂസിൽ നിന്ന് പൈസ കിട്ടും. ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം റിവോൾവ് ചെയ്യുന്നത് പൈസേന്റെ മുകളിലാണെന്നാണ് എനിക്ക് അയാൾ മരിച്ചിട്ട് ഇപ്പൊ കുറെ കാലമായി, 2023 രണ്ടു കൊല്ലായി. അതുവരെ മിണ്ടാത്തത് ഇപ്പൊ പെട്ടെന്ന് മിണ്ടി. എന്ത് റീസൺ എനിക്ക് റീസൺ മനസ്സിലാവില്ല. എന്ത് പെട്ടെന്നൊരു വന്ന് ഇന്റർവ്യൂ എഴുതിട്ടല്ലോ അവർക്ക് കടമുണ്ട്, ബാധ്യത. അതാ ഞാൻ പറയാൻ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത് ആർക്കും ഇല്ല. വെറുതെ ഒരാളെ വന്ന് കുറ്റം പറയേണ്ട കാര്യമില്ല. ഭർത്താവാണെങ്കിൽ പറഞ്ഞില്ല. ഈ രണ്ട് കേസിനും എനിക്കുള്ള സംശയം എന്താ അറിയോ, സംശയമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് പറയാം. ഇവിടെയും 2 കുട്ടികളുണ്ട്, അവിടെയും 2, രേണുവിനും 2 കുട്ടികളുണ്ട്, റോണുവിനും 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡില്ല, 2 പേർക്കും ഹസ്ബൻഡില്ല. നിങ്ങൾ 2 പേരും വന്നിരുന്ന് പറയുമ്പോൾ ഈ മക്കളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവര് ബേസിക്കലി അല്ല, ഞാൻ കുറ്റം പറയുന്നത് തോന്നരുത്. ബേസിക്കലി ഇവരുടെ ഉദ്ദേശം എന്താ, ഇവർക്ക് പൈസ വേറെ ആരെങ്കിലും വന്ന് കൊടുത്ത് സഹായിച്ച് വീടിന്റെ ലോണ് അടയ്ക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, ഭാവി ജീവിതം മരിക്കണ വരെ ഇവരുടെ ജീവിതം സേഫ് ആക്കാൻ നാട്ടുകാരെ സഹായിക്കണം എന്നാണോ ശരിക്കും ഉദ്ദേശം ഇവരുടെ? അത് മാത്രല്ല, അപ്പൊ ഞാൻ എപ്പോഴും കുറെ കോണ്ടന്റിൽ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ബേസിക്കലി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എഡ്യൂക്കേഷൻ വേണം. ഒരു കൈത്തൊഴിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരിക്കലും കല്യാണം കഴിഞ്ഞുകൊണ്ട് ഭർത്താവിന് ഭാര്യ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ ഒരാൾ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഡിപ്പെൻഡൻസി നമുക്കൊരു ബാധ്യതയാണ്. ഡിപ്പെൻഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവരിൽ നിന്ന് പിന്നെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അവരെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുള്ള പ്രതീക്ഷ വെച്ച് നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഇവിടെ രേണുവിന്റെ കേസിൽ രേണുവിന് അഭിനയിക്കാനാണ് താല്പര്യം. രേണു സുധീന്റെ ഒപ്പമുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ സുധി പോയി കഴിഞ്ഞതിന് ശേഷം ഈ അഭിനയം ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്നു. ആ ഒരു പ്രൊഫഷണലിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ സുധി ഉള്ള സമയത്തും അവർക്ക് ആ പ്രൊഫഷനിൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ അത് സുധി പോയപ്പോൾ അവർക്ക് എന്തായി, അതൊരു പ്രൊഫഷനാക്കി എടുക്കാനുള്ള ഒരു അവസ്ഥ വന്നു. അവിടെ അവർക്കൊരു തൊഴിലറിയാം. ഓക്കെ, പിന്നെ അവർക്ക് നാട്ടുകാരെ മുന്നിൽ പോയിട്ട് കൈ നീട്ടേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നാട്ടുകാർ തന്നതിന്റെ മുകളിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ ലേഡിക്കാണെന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യാൻ അറിയാം, ബിസിനസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇനി ഒന്നുമില്ലെങ്കിലും ഞാൻ പറയട്ടെ, നാട്ടില് ഹസ്ബൻഡ് മരിച്ച എത്രയോ ചേച്ചിമാര് കടയിൽ ജോലി ചെയ്യുന്നുണ്ടും, വീട്ടു ജോലിക്ക് പോയിട്ടും, വണ്ടി ഓടിച്ചിട്ടും, എന്തൊക്കെ പരിപാടികൾ, തൊഴിലുറപ്പും കാര്യങ്ങളും, ഇല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഓഫീസിൽ അവരുടെ വർക്കിന് പോയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരാരും ഈ പറഞ്ഞ പോലെ, ഞാൻ സത്യത്തിൽ കമന്റ് ബോക്സിൽ ചെറിയ കമ്പനിയിൽ ഒരു 10,000 രൂപ 15,000 രൂപയ്ക്കൊക്കെ എന്ത് സാലറി കിട്ടും? ഞാൻ അതൊക്കെ ആലോചിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഈ കോൾ സെന്ററിൽ സംസാരിക്കാൻ അറിയുന്ന, അല്ല, ഈ ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവരും നാട്ടുകാരും മൊത്തം നമ്മളെ സഹായിച്ച് നമ്മളെ ജീവിതകാലം ഫുള്ള് കൊണ്ടു നടക്കുന്നുണ്ട്. ഭയങ്കര എന്തോ ലോജിക് ആവണം. എങ്ങനെ അറിയോ, ഫിസിക്കലി ഇതിന് സാധിക്കാത്ത, അല്ലെങ്കിൽ മെന്റലി ആകെ ഔട്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വരും. ഇഫ് യു ഫിസിക്കലി വെൽ, മെന്റലി യു ആർ ഓക്കെ. നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മുന്നിൽ അമ്മ എങ്ങനെ ഒരു സ്ട്രോങ് ലേഡി മാത്രം. അങ്ങനെ എത്ര പേര് എക്സാമ്പിൾ ഉണ്ട് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇവരെ തോട്ട് പ്രോസസ് എനിക്ക് അങ്ങനെ ആലോചിക്കുന്നത്. കാരണം അങ്ങനെയാണോ അവർ ഉദ്ദേശിക്കുന്നത്, മക്കളെ പഠിപ്പിക്കണം, മക്കളെ ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവനവൻ തന്നെ കഷ്ടപ്പെടണം. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ വരുന്നത് അത് പിന്നെ ഓക്കെ, കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നോക്കുന്നുണ്ടല്ലോ. ആ ഒരു സ്നേഹം കൊണ്ട് നാട്ടുകാരെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി, നാട്ടുകാരെ കുടുംബക്കാരെങ്കിലും വരുന്നെങ്കിൽ അത് രസമുണ്ട് നിൽക്കുക. ഇതൊന്നും ചെയ്യണില്ല. പക്ഷെ ഈ ഒരു എനിക്ക് ജോലി ഉണ്ട്, അതിന് ഇത്ര വരുമാനം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വരുമാനത്തിൽ തന്നെ ജീവിക്കാൻ കുറെ പേരുണ്ട്. പക്ഷെ പഴയ രീതിയിൽ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ രേണു പ്രശ്നക്കാരിയായി മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു? ചേട്ടന്റെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്, ഈ ഫീൽഡിൽ തന്നെ ഉള്ള ചില സൗഹൃദങ്ങൾ. അവരോട് പോയി ഷെയർ ചെയ്യും, ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്തു. അതിന്റെ ഇടയിൽ എനിക്കും ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്. ഒരു ദേഷ്യക്കാരിയായിരുന്നു. ഭർത്താവിനെ അത്രമേൽ ഓവർ സ്നേഹമായി. ഞങ്ങൾ 2 പേർക്കും ഭയങ്കര സ്നേഹമാണ്, എക്സ്ട്രീം ലെവൽ സ്നേഹവും ദേഷ്യവും അങ്ങനെ തന്നെ, കരച്ചിലും അങ്ങനെ തന്നെ. അങ്ങനെ വന്നപ്പോൾ ചേട്ടന്റെ കൂട്ടുകാരോട് ചേട്ടൻ ഇത് ഷെയർ ചെയ്യുകയും അത് പിന്നീട് അവരെ എന്നെ ആ കണ്ണുകൊണ്ട് കണ്ടു. കാരണം ഹസ്ബൻഡിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കൊരു ലേബൽ ആദ്യമേ ഉണ്ടാക്കി കിട്ടി.
ആരുടെ പ്രശ്നം? ഹസ്ബൻഡിന്റെ പ്രശ്നം. മരിച്ചുപോയ ആ വ്യക്തിന്റെ കുറ്റാണ് ഇപ്പോൾ ഈ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഹസ്ബൻഡ് ഫ്രണ്ട്സിനോട് പോയി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹസ്ബൻഡിന്റെ വിഷയമാണ്. അത് ഹസ്ബൻഡിനല്ല, ഇവരുടെ പ്രശ്നമാവും ചിലപ്പോ. അതും ആയിക്കൂടെ സ്നേഹ വാട്ട് എവർ. ഞാനും ഈ തമ്മിലുള്ള പ്രശ്നം മൂന്നാമതൊരാൾ പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ട് മൂന്നാമത്തെ ഒരാളോട് പറഞ്ഞിട്ട് ആ മൂന്നാമത്തെ വ്യക്തി എന്നെ ഒരു മോശക്കാരിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ്. അതെ. ഇവര് പറഞ്ഞത് ഇപ്പൊ അതല്ലേ. അതെ. അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ മൂന്നാമതൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ. ഭർത്താവിന് ഇതിപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ഭർത്താവിന് തന്നെയാണല്ലോ വേണ്ടത്. എന്റെ ഭർത്താവ് അങ്ങനെ പറയാൻ പോയിന്ന്. ഡയറക്റ്റ് ആണ്. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് സ്വഭാവത്തിന്റെ എക്സ്ട്രീം രണ്ട് എക്സ്ട്രീം. രണ്ടാളും ഒരേപോലെ ദേഷ്യപ്പെടുകയും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും. പിന്നെ മിഡിൽ ഒരു പോർഷൻ ഇവർക്ക് ഇല്ല. ഏതാണ് മേ ബി ഒരു സൈഡ് എന്താന്ന് വെച്ചാല് ഇപ്പൊ രണ്ടുപേരും നമ്മളെ പ്രശ്നത്തില് ഭർത്താവിന് വേറെ ജസ്റ്റ് പറയുന്നത് ഭർത്താവിന് വേറെ ആരും പറയാണ്ടാവില്ല. അപ്പൊ ഭർത്താവ് വേറെ ഫ്രണ്ടിനോട് ഇങ്ങനെ സൂചിപ്പിക്കും. ആ ഫ്രണ്ട് ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കാം. ആ ഫ്രണ്ട് മുതലെടുക്കാം, അതും ചെയ്യാം. ഞാൻ പറയട്ടെ, ഭാര്യനായിട്ട് കച്ചറുണ്ടാക്കി നിൽക്കുന്ന ഒരു ഭർത്താവ്, അയാൾക്ക് മനസ്സമാനമില്ല, അയാൾ ഒരു ഫ്രണ്ടിനോട് പോയി പറഞ്ഞു അത് ഫ്രണ്ട് പെണ്ണാണെന്ന് വിചാരിച്ചോ, കുറെ കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു വീക്ക്നെസ് ആയി, അല്ലെങ്കിൽ ഒരു പ്രശ്നമായി. ആ ഫ്രണ്ട് മുതലെടുത്തു. അതൊരു തെറ്റാണ് ചെയ്യാൻ പാടില്ല, വെറും വൃത്തികേടാണ്. അങ്ങനെ ഒരു സംഗതിയിൽ സിറ്റുവേഷനിൽ എത്താൻ കാരണം ഇവര് തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് തീർക്കാൻ നോക്കാന്നുള്ള ഒരു അതവിടെ ചെയ്യണമായിരുന്നു. അപ്പൊ ഇവര് അവര് മിണ്ടിയില്ലെങ്കിൽ ഇവരും മിണ്ടില്ല എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ മൈൻഡാണ്, അവര് വേറെ വഴിക്ക് പോകും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ നെഞ്ചരിച്ചിൽ വരാറുണ്ട്, അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ പല രാത്രികളിലും ചേട്ടൻ എഴുന്നേറ്റ് നെഞ്ചുവേദന വന്ന ഒരു കുപ്പി ജലൂസിൻ വരെ കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് ഛർദ്ദിച്ചിട്ട് ബെഡിൽ നിന്ന് തന്നെ ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി വീണ്ടും കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ചേട്ടൻ, ഞാൻ അടുത്തുണ്ടെങ്കിലും ചേട്ടൻ നെഞ്ചുവേദന വന്നതിനെ വിളിച്ചു. അപ്പൊ എനിക്കറിയാം നോർമലി ഇത് സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയാ. ആ സമയത്ത് ഒരുമിച്ചായിരുന്നു നിങ്ങൾ? അന്നൊരു ചെറിയ പിണക്കത്തിൽ ഞാൻ അടുത്ത റൂമിൽ മാറിക്കിടന്നു പോയി. പിണക്ക് ആദ്യമായിട്ടാണ്. അതില് ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു. ചേട്ടനില്ല, ചൂടുവെള്ളം എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറിയിന്ന് ഒരു 3 കൃഷ്ണ ഒരു വിളി മാത്രം ഞാൻ കേട്ടോളൂ. ഓടി വന്നു. പെട്ടെന്ന് കൃഷ്ണമണിയൊക്കെ മേളിലിരിക്കുക. ഞാൻ വിചാരിച്ച് BP എങ്ങാണ്ട് ലോ ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ചേട്ടാ എഴുന്നേക്ക്, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. മോൻ അപ്പോഴത്തേക്ക് ഉണർന്നു. ഞാൻ മോനെ അച്ഛനെ ഒന്ന് പിടിക്ക്, മോനെ ഡ്രസ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ എനിക്ക് വെയിറ്റ്. അപ്പൊ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒന്ന് പിടിക്കെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ ഇങ്ങനെ കട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ചേട്ടൻ ചാരി ടീഷർട്ട് ഇട്ട് ചേട്ടൻ മോൻ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോ ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ഈ ഫ്രണ്ട്സിനെ വിളിച്ചത് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വലിയ ഇതായിപ്പോയി. ചേട്ടന് വേദന വന്നപ്പോ ചേട്ടാ അടുത്തുള്ള ഭാര്യയെ വിളിച്ചില്ല, വിളിച്ചു, ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. ഞാനൊരാണാണ്, ഞാനൊരു ഭർത്താവാണ്. ഞാൻ ജീവൻ പോവാൻ നേരത്ത് സ്നേഹനെ വിളിക്കാതെ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവളോട് എന്തോ കാര്യപ്പെട്ട വിഷയമാണ്. ഞാൻ കാര്യപ്പെട്ട അത്രയും വലിയ എന്തോ സീനുണ്ട്. ഇവര് പറഞ്ഞത് ആദ്യമായിട്ടാണ് തെറ്റി അപ്പുറത്ത് കിടന്നതാ. ആദ്യമായിട്ട് തെറ്റി അപ്പുറത്ത് കിടന്നതാന്ന് തന്നെ വെച്ചോ, പക്ഷെ ആ റീസൺ വലുതായിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഞാൻ സ്നേഹനെ വിളിക്കാതെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇന്നെ രക്ഷിക്കും, എന്റെ ജീവൻ പോണ വേദന എന്ന് പറയുമ്പോ അത് വേറെ ഗ്രാവിറ്റിയുള്ള എന്തോ പ്രശ്നം, ഭയങ്കര സീരിയസ് പ്രശ്നം. കാരണം അത്രയും അപ്പുറത്തുള്ള ആളെ വിളിക്കാതെ അയാൾക്ക് അപ്പൊ അത്രയും ട്രസ്റ്റ് എന്റെ ഭാര്യനെ നോക്കില്ല. മരിക്കാൻ നേരത്ത് കൃഷ്ണ എന്ന് വിളിച്ച 15-13 വയസ്സുള്ള ഒരു മകൻ ഉണ്ടെന്നാ പറയുന്നത്. ആ സമയത്ത് മകൻ ചെറിയ കുട്ടിയല്ലല്ലോ. നമ്മളിപ്പോ അടി ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ നമ്മൾ അടി ഉണ്ടാവുമ്പോ സായിപ്പ് പറയാം വെള്ളം കൊണ്ട് പറഞ്ഞാൽ ഞാൻ പറയും വെള്ളം കൊണ്ടുവരാൻ സൗകര്യം ഇല്ല, അങ്ങനെയൊക്കെ അല്ല. സായി അപ്പുറത്തുള്ള ഫ്രണ്ട്സിനോട് വെള്ളം ചാകുന്നില്ല. പക്ഷെ നമുക്കൊരു വയ്യായിക വരുമ്പോൾ ഇപ്പൊ ഒരാൾക്ക് സപ്പോസ് ഈ വയ്യായികനെ കുറിച്ച് വരുന്നതാ പറയുന്നേ. അതായത് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന. ഒരു മനുഷ്യന് എനിക്കിപ്പോ ഒരു നേരെ നെഞ്ചുവേദന സ്നേഹം നാളെ കൊണ്ട് ECG എടുത്തിട്ട് അഡ്മിറ്റ് ആക്കി പരിപാടി. ഞാൻ ഇപ്പൊ സായി അന്നെ എനിക്ക് ക്ഷീണാണ് വയ്യാറുമ്പോ ഞാൻ തന്നെ പറഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ ചെയ്യാൻ വല്ലതുണ്ടോ എന്നൊക്കെ. അതൊക്കെ അത്രയും സ്നേഹത്തിൽ. ഇപ്പൊ നമ്മൾ എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര അടി ഉണ്ടാക്കിയാലും ഞാനത് ചോദിക്കാറുണ്ട്. വയ്യായി കണ്ടെങ്കിൽ പോവാന്ന് രീതിയിൽ. ഇവർ ഈ കരീനന്റെ ഇടയിൽ പറയുന്നത് എന്താ, ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരാറുണ്ട്, അപ്പൊ ഒരു കുപ്പി ജലൂസിലെടുത്ത് കുടിക്കാറുണ്ട്. ജലൂസിന് നെഞ്ചുവേദന വരുമ്പോ കുടിക്കുന്നതാണ്. അത് ഗ്യാസിന്റെ
ജലൂസിൽ എങ്ങനെ നെഞ്ഞുവേദനയ്ക്ക് പിടിക്കും? അപ്പൊ അവര് ഇവരെന്നെ പറഞ്ഞാണോ അത് സാരില്ല പോട്ടെ, ഗ്യാസ് ട്രബിൾ ആവും ജലൂസിൽ കുടിച്ചാൽ മതി പറയാണോ? നെഞ്ഞുവേദന രാത്രി വരുന്ന ഒരാൾക്ക് ഇവർ അങ്ങനെ ജലൂസിൽ കൊടുത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അപ്പൊ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഇവിടെ ചോദിക്കാനുണ്ട്. എനിക്ക് ശരിക്കും മനസ്സിലായത് ഇവർ രണ്ടും അത്രയും സീരിയസ് ഇഷ്യൂ ഉണ്ടായിട്ടാണ് അത് മാറിക്കിടക്കാണെന്ന്. അത് മാറിക്കിടക്കണ പോട്ടെ. മാത്രല്ല ഇത് വേറെ കാര്യം എന്നറിയോ, ഇവർ ഈ പറയുമ്പോഴൊക്കെ കരയുന്നുണ്ട്. ഒരാളുടെ കരച്ചിലിന്റെ അളവോ അല്ലെങ്കിൽ അതിന്റെ ഇമോഷന്റെ ഇന്റൻസിറ്റിയോ അളക്കാൻ ഞാനല്ല. എനിക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഈ കരച്ചിൽ കാണുമ്പോൾ തോന്നുന്നത് എന്താ അറിയോ സ്നേഹ, ഇതൊരു റിഗ്രറ്റ് കൊണ്ടുള്ള കരച്ചിൽ. അതായത് എവിടെയോ ഇവർക്കൊരു പശ്ചാത്താപമുണ്ട്. ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ഒരു അടി ഉണ്ടാക്കി മാറിപ്പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ എന്തോ എന്നെ വിളിക്കാതെ ബാക്കിയുള്ളവരെ വിളിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ കാരണമായോ. പിന്നെ അവിടെയും വന്ന ഫ്രണ്ട്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഫ്രണ്ട്സ് ഓൾറെഡി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളൊരു പ്രശ്നക്കാരിയാണ് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ലേഡിയാണെന്ന് ഫ്രണ്ട്സിനോട് നിങ്ങളെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തൊരു ഫിഗർ, അതായത് അങ്ങനെ ഒരു ഫിഗറാണ് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സിനുള്ളത്. അവര് വന്നു നോക്കുമ്പോൾ നെഞ്ചുവേദന കൊണ്ട് പെടയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ നിലത്തിട്ട് നിങ്ങളിങ്ങനെ നിൽക്കാന്ന് പറയുമ്പോൾ അവര് വേറൊന്നും ചിന്തിക്കില്ല. അവര് ചിലപ്പോ ചിന്തിക്കുക എന്താ, ഒന്നും വേണ്ട, ഫോണ് വിളിക്കുമ്പോ തന്നെ അവര് ചിന്തിക്കുക എന്താ, ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിട്ട്, അത് ഇവർക്ക് കാർ ഓടിക്കാൻ അറിയാം, കാറുണ്ട് സ്വന്തമായിട്ട്, ഇവരെന്തിനാ കൊണ്ടുപോകാതെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവര് വിചാരിക്കില്ലേ? അപ്പൊ വരുന്ന ആള് കാണുന്ന ഒരു കാഴ്ച ഇതും കൂടിയാണ്. ഭർത്താവ് പെടഞ്ഞ് മുന്നിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കുന്ന ഒരു സംഗതി. അത് നിങ്ങൾ പറഞ്ഞ പോലെ സിറ്റുവേഷൻ വീണതോ ഒന്നൊന്നും പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് ചിലപ്പോ മറ്റേ സ്തംഭിച്ച് നിൽക്കാവാം. പക്ഷെ ആ സമയത്ത് ഇതെന്താ ഇത്രയും വയ്യാഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നത് കൊണ്ടുപോയി കൂടെ, അത് ചിലപ്പോ കുറച്ചൊരു 5 മിനിറ്റ് ദൂരമുള്ള ആൾക്കാരെ വിചാരിക്കും 5 മിനിറ്റ് കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ എന്നാവും അവർക്ക് ചിന്തിക്കുക. അതെ, അപ്പൊ അവിടെയും വന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ സൗഹൃദങ്ങൾ വരുന്നു, സാമ്പത്തികമായിട്ട് അവരെ രക്ഷിക്കുന്നു. സാമ്പത്തികം അതിനനുസരിച്ചുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അന്നത്തെ ദിവസം നടന്നതുപോലും. പക്ഷെ പുറത്തൊക്കെ ഞാനാണ് എന്താ പറയാ, അത് 2 കാറുണ്ട്, കാറ് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോ പട്ടിയും കുറിച്ചു, വീട്ടിൽ പട്ടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആരാ വന്നേന്ന് നോക്ക്, എത്ര പെട്ടെന്ന് ആരാ വന്നേന്ന് ചോദിച്ചപ്പോ ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നു, ചേട്ടൻ്റെ സ്റ്റുഡിയോയിലുള്ള 2 ഫ്രണ്ട്സ്. അപ്പം ഈ ബാലൻസ് വിട്ട് ചേട്ടൻ ഫ്രണ്ടിലോട്ട് മറിഞ്ഞു. ഇവര് കാണുന്നത് ഫ്രണ്ടിൽ മറിഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതിട്ടേക്കുന്നത്. അത് എനിക്കൊരു നെഗറ്റീവ്. സാക്ഷികൾ അവരായിരുന്നു. സാക്ഷികളൊന്നും എന്റെ മകനാണ് എന്റെ സാക്ഷി. അവര് വന്നിട്ട് ഈ നമ്മളൊരാൾ താങ്ങി നിർത്തുമ്പോ ഒരു ബലം പിടുമ്പോഴത്തേക്കും ഒന്ന് മുമ്പോട്ടും മറിയില്ലേ, ഈ മുമ്പോട്ട് മറിഞ്ഞതും അവര് വന്നതും ഒരേ കണക്കാ. അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അവര് 4 പേരുണ്ടായിരുന്നു. ചേട്ടനെ ഒക്കെ എടുത്ത് കാറിൽ കൊണ്ടുപോയി. പിന്നീട് വന്നത് ആദ്യത്തിന്റെ കാറിൽ കയറ്റിയപ്പോ ഭാര്യ വരാൻ മടിച്ചു. ഞാൻ 2 കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുക, ഞാൻ ഇവരുടെ കൂടെ കയറി ഇരുന്നില്ല. ഇതെല്ലാം നെഗറ്റീവ്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് എന്തൊക്കെയോ ഞാനൊരു പറയട്ടെ, ഞാൻ ഈ ലേഡിയെ മോശപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല, സിറ്റുവേഷനിൽ സംഭവിച്ചിരിക്കാം. പക്ഷെ ഇത് കാണുന്ന മൂന്നാമതൊരു വ്യക്തി ചിന്തിക്കൂ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഇനി ഇത് അവർ ചിന്തിച്ചത് നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എൻഡ് ഓഫ് ദ ഡേ കുറ്റക്കാരനായിട്ട് വരും നിങ്ങളെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ ഞാൻ പറയാ, ഇപ്പൊ സായിക്ക് സപ്പോസ് ഞാൻ വരാതിരിക്കട്ടെ, ഇപ്പൊ സായിക്ക് വല്ലതും ഇങ്ങനെ വയ്യാതെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സായിനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 4 പേരുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, 2 പേര് അപ്പുറത്തെ വണ്ടി കയറി എടുത്ത് പോന്നോ, ഞാൻ കയറി അല്ല അങ്ങനെയെങ്കിലും സപ്പോസ് അടിച്ചില്ല, ഞാൻ സപ്പോസ് സ്നേഹിക്കുമ്പോ എന്തെങ്കിലും സംഭവിച്ചു, 4 പേര് വന്നു, ഞാൻ എന്താ പറയാ, നമ്മളെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 2 പേര് ഇവിടെ നിന്നോ ഫ്രണ്ട്സ്, ബാക്കി 2 ആളെയും കൊണ്ട് വണ്ടിയിൽ ഞാൻ കയറും, നമ്മൾ ആ വണ്ടിയിൽ കയറും, ബാക്കി 2 ആളെ വീട്ടിൽ കുട്ടികളെ അല്ലെങ്കിൽ വേറെ വണ്ടിയിൽ നിങ്ങൾ പോകുന്ന കീ കൊടുത്തിട്ട് പോരും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോ അപ്പൊ ഇവര് ചിലപ്പോൾ മൈൻഡ് അടിച്ചിട്ടുണ്ടാവില്ല ഫ്രണ്ട്സ്, കാരണം ഇവരുടെ ചിലപ്പോൾ മൈൻഡിൽ ഇങ്ങനെയോ ഈ സ്ത്രീ ഇങ്ങനെയാണ് ചിലപ്പോൾ വരുന്നുണ്ടാവില്ല, അത് തോട്ടാവും ചിലപ്പോൾ, കാരണം അത്രയും കാര്യങ്ങൾ ഭയാനകമായ കാര്യങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക സിറ്റുവേഷനും. അപ്പൊ പിന്നെ ഇനി നോക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇവരെ രക്ഷിക്കാന്നുള്ള ചിന്ത അവരുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. വേറൊരു ഡയറക്ടർ, പേര് ലാസ്റ്റ് പറയാൻ, ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്തേക്കുന്നത് ഞാൻ ആദ്യത്തിന്റെ 2ാം ഭാര്യയാണെന്ന്. എങ്ങനെ 2ാം ഭാര്യ? ഇവരെല്ലാം കൂടെ നിന്നെയാണല്ലോ. ആദിത്യൻ സങ്കടപ്പെട്ട കേൾക്കാൻ നിന്നവർക്ക് എങ്ങനെ ആദിത്യനെ മോശമാക്കാൻ പറ്റി? 2ാം ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് മോശമില്ല, ആദിത്യനെ അവര് നോക്കണ്ടേ?
എനിക്ക് മോശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നുമില്ല, കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെ കുറിച്ച് തന്നെ പറയുകയാണ്. അപ്പം ആ ക്യാരക്ടറിന് മോശമൊക്കെ അല്ലേ അവർ ചെയ്തത്. രണ്ടാം ഭാര്യ അതിന്റെ ആ ഡയറക്ടർ എനിക്ക് അജിനറിയാം. കഴിഞ്ഞൊരു ഇന്റർവ്യൂ ചിലങ്കെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഒരു ഡയറക്ടറിന്റെ ഒരു വിഷയം വന്നില്ലേ, TS അജി ആളാണ് ഇടപെട്ടത്. ആളും സംവിധായകന്റെ അനിയൻ ഒരു വ്യക്തിയുണ്ട്, പുള്ളിയുടെ ചേർന്നാണ് ഇങ്ങനെ ചേട്ടന്റെ അന്നത്തെ ദിവസം അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതൊക്കെയാണ് ലൈവിൽ കൊടുക്കുക. ലൈവ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ശാന്തി വിള ദിനേശ് പുള്ളിക്കാണ് കൊടുത്തത്. അതായത് ഇവരിപ്പോ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഹസ്ബൻഡിനെ കുറിച്ചിട്ട്, ഈ പറഞ്ഞ സംഗതികൾ, അതായത് ഫ്രണ്ട്സിനോട് പറയും വേറെ ലേഡീന്റെ കടന്നു വരവ്, ആ ലേഡിക്ക് പൈസ കൊടുക്കുന്ന സ്വന്തം ഭർത്താവ്, മരിക്കാൻ നേരത്ത് പോലും ഭാര്യനെ വിളിക്കാതെ ഫ്രണ്ട്സിനെ വിളിച്ച ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഇവര് വെച്ചൊരു ഇമേജ് ഇല്ല. ആ ഇമേജിനപ്പുറം ഒന്നുമില്ല. രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യ പറഞ്ഞ അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഒരാളെ കഴിഞ്ഞിട്ട് വേറെ ആൾ കെട്ടിയത് വലിയ സംഭവമൊന്നുമല്ല. അവിടെ ഒരു മോശക്കാരനൊന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് അവരുടെ ക്യാരക്ടറിനെ നമ്മൾ റിവീൽ ആവണത്. ഏത് യൂണിവേഴ്സാണ് ഇത്? ഫ്രറ്റേണിറ്റി സഹായിച്ചു. അതിന് ഞാൻ സഹായത്തിന് കാര്യം വരികയാണ്. സത്യം പറഞ്ഞാൽ അതിന് ഡിലേ വരുത്തിയിരുന്നു. ഈ കൂടെ നിൽക്കുന്നവര് എനിക്ക് പൈസ തരരുത്, വേണമെങ്കിൽ അത് മക്കൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ റൂൾസിൽ അങ്ങനെ ഇല്ല. മക്കൾക്ക് അവർക്ക് ഡെപ്പോസിറ്റ് ഇട്ടേക്ക്, അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അവർക്ക് 18 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പാടില്ല ആ സമയത്ത്. അപ്പൊ അതിന് എനിക്ക് സഹായം ചെയ്തത് ജയൻ ചേട്ടനാണ്. പുള്ളിന്റെ റിലേറ്റീവാണ് ഫാദറിന്റെ. ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ജയൻ ചേട്ടൻ, പുള്ളിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തുടക്കം. എനിക്ക് ജീജ സുരേന്ദ്രൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്ത് തന്നു. ചേച്ചി മുഖേന എനിക്ക് ഫ്രറ്റേണിറ്റിയിൽ കിട്ടാനുള്ളത്, അതായത് ഒരാൾ മരിച്ച ശേഷം ആ കുടുംബത്തിന് കിട്ടാനുള്ള തുക വാങ്ങി തന്നത്. ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ, ചേട്ടൻ ഒരു സ്റ്റുഡിയോ പാർട്ട്ണർ ആയിരുന്നു. 4 പേര് ചേർന്ന ഈ സ്റ്റുഡിയോ ആണ്. അതിൽ 8 ലക്ഷം രൂപയാണ് ഫസ്റ്റ് കിട്ടിയത്. അത് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് പോയിട്ട് ഇരുന്ന് ഗോൾഡ് മൊത്തം എടുത്തു. കാരണം എനിക്കൊരു ജോലി വരുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. വാടക പോകണം, വീടിന് EMI കട്ടാവണം, പേഴ്സണൽ ലോണ് ചേട്ടൻ്റെ പേര് തന്നെ പേഴ്സണൽ ലോൺ എല്ലാം കട്ടായിക്കൊണ്ട് ഞങ്ങൾക്ക് ഗോൾഡ് എടുത്തു വെച്ചു. ബാക്കി വാടക കൊടുത്തു, പിള്ളേരുടെ ഫീസ് കൊടുത്തു. അതിനുശേഷം ഞാൻ കാറ്ററിംഗ് തുടങ്ങാൻ വേണ്ടി ബാക്കി ഇരുന്ന് 5 ലക്ഷം രൂപ സ്വർണ്ണം പിന്നെ ഞാൻ പണം എടുത്ത് കൊണ്ട് കാറ്ററിംഗ് തുടങ്ങി. 2 ലക്ഷം രൂപ പലിശക്ക് എടുത്തു. ആ പലിശക്കാർക്ക് കൊടുക്കാൻ പലിശക്കാർ 1 വർഷത്തേക്കാണ് തന്നത്. അപ്പോൾ 8 ലക്ഷം രൂപ ഈ പാർട്ണർഷിപ്പിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടി. ഫെർട്ടിലിറ്റിയിൽ നിന്ന് 2 ലക്ഷം രൂപ അതിനുശേഷമാണ് കിട്ടിയത്. അതിനുശേഷം അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പലിശക്ക് എടുത്ത് 2 ലക്ഷം രൂപ എന്തുകൊണ്ട് അവിടെ തിരിച്ചടച്ചില്ല? ഈ ഫെർട്ടിലിറ്റിയിൽ നിന്ന് കിട്ടിയ അതാണ് ആ 2 ലക്ഷം രൂപ ഞാൻ ഫ്രറ്റേണിറ്റിയിൽ നിന്ന് വെച്ച് അടച്ചത്. ഇന്നും ഞാൻ മെസ്സേജ് അയച്ചത് എനിക്ക് ആ പൈസ പെട്ടെന്ന് തരണം, പലിശക്കാർ വീട്ടിൽ വരുന്നുണ്ട്. അത് 2 ലക്ഷം രൂപ ഞാൻ പലിശക്ക് മേടിച്ചത് കൊടുത്തു. എനിക്ക് വേറെ എന്റെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതിൽ നിന്ന് കാറ്ററിംഗ് നടത്തിയതിനകത്ത് ഈ 5 ലക്ഷം രൂപയും പിന്നെ എക്സ്ട്രാ ഈ നമുക്ക് ക്രെഡിറ്റിൽ കടയിൽ നിന്ന് തരുന്ന സാധനങ്ങൾ തരുന്നവർക്ക് അവിടെയും എനിക്ക് കടമായിട്ടുണ്ട്. എനിക്ക് ഒരു ക്ലാരിറ്റിയും ഇവര് പറഞ്ഞത് കിട്ടിയിട്ടില്ല. ഒന്നുമില്ല. 5 ലക്ഷം കിട്ടിയപ്പോ നേരെ പോയി സ്വർണ്ണം എടുക്കുക ചെയ്ത്. അതാണ് എനിക്ക് ഏറ്റവും അന്തം വിട്ട് ഞാൻ സംഭവിച്ചത്. ഒരു പൈസ തന്നാലോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാതെ വേഗം പോയി സ്വർണ്ണം എടുക്കുന്ന കാര്യം. 8+2 ഇനിയിപ്പോ 2 ഇല്ലെങ്കിൽ 8+1 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ എന്ന് പറയുമ്പോ ഓക്കെ, ഒരു 1-2 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി പൈസക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കടങ്ങൾ കിട്ടാം. ഇത് സ്വർണം പോയി എടുത്തു. സ്വർണം പോയി എടുത്തിട്ട് എന്ത് ചെയ്തു, അത് അവിടെ എടുത്തു വെച്ചു. എന്നിട്ട് അത് വെച്ചിട്ട് പിന്നെ ഒരു ബിസിനസ് തുടങ്ങി, ഒരു കാറ്ററിംഗ് ബിസിനസ് തുടങ്ങി. അത് വീണ്ടും പണയം വെച്ചിട്ട് എന്നിട്ട് അത് ലോസ് ആയ സമയത്ത് വീണ്ടും ഒരു 2 ലക്ഷം രൂപ കുട്ടികളുടെ പഠിപ്പും കൊടുത്തു, ഫീസും കൊടുത്തു. പഠിപ്പിന് ഫീസിന് പൈസ ഇവരല്ല കൊടുത്തത്. അത് ചിപ്പി ആക്ട്രസ് അതിന്റെ കേസ് വേറെ ഉണ്ട്. എനിക്ക് ടോട്ടൽ കൺഫ്യൂഷനാണ് ഇവർ ഈ പറഞ്ഞ കണക്ക്. എന്നാലും ആ സ്വർണ്ണം ഫസ്റ്റ് എടുത്താണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാല്. നമുക്കൊരു അത്യാവശ്യം പൈസ കിട്ടിയ സ്വർണ്ണം പോട്ടെ എന്നുള്ള രീതിയിലെങ്കിലും വെക്കുക. നമുക്ക് നമ്മുടെ തൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ലൈഫിൽ മുന്നോട്ട് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കിട്ടിയ പൈസക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കടങ്ങൾ വീട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നുള്ള സ്വർണ്ണം സാധനമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് പോട്ടെ എന്നെല്ലാം പറഞ്ഞ് ഒഴിവാക്കി കളയായിരുന്നു. കാരണം അവിടെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പലിശക്കാണെങ്കിലും എടുക്കുകയാണെങ്കിലും നമുക്ക് പലിശക്കാരെ ഒന്ന് ചോദിക്കാനും പല പലിശ മറ്റേതാണെങ്കിൽ ബാങ്ക് എടുത്ത് കൊണ്ടുപോകാന്നുള്ളൂ. നമ്മുടെ മേലേക്കൊന്നും വരില്ല, നമ്മുടെ നേരിട്ടൊന്നും വരില്ല. മാത്രല്ല ഇവരിപ്പോ ഈ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, എന്താണ് ഈ ഫ്രറ്റേണിറ്റി കൊടുത്തു പൈസ, അല്ലെങ്കിൽ കിട്ടേണ്ടതൊക്കെ കിട്ടി, പിന്നെ ഇവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് ഇവര് ഭയങ്കര പരാതിയായിട്ട് പറയുന്നുണ്ട്. അതായത് ഇവർക്ക് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ. അതിന്റെ ഒരു പോയിന്റ് എന്താ അറിയോ,
എന്തുകൊണ്ടായിരിക്കണം ഒരു സംഘടന അതാ ഞാൻ ആ വ്യക്തിക്ക് പൈസ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, കുട്ടികൾക്ക് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് ഒരു വേർഷൻ കാണും. ഞാനൊരു സംഘടനയിലുള്ള ആളാണ്, നമുക്കറിയാം നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യവും കാരണവും അതിനകത്ത് കാണും. അതൊരിക്കലും ഒരു 1 ഡയമെൻഷണൽ സാധനം ആയിരിക്കില്ല. അപ്പോൾ ആ ഫെർട്ടേണിറ്റി നിങ്ങൾക്ക് പൈസ തരണ്ട, കുട്ടികൾക്ക് കയ്യിൽ സേഫായിട്ട് സെക്യൂർ ആയിട്ട്, അതായത് അവർ പേടിക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ പൈസ എത്തിയാൽ അത് ചിലവായി പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി മാനേജ്മെന്റ് അറിയില്ല എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടും മനസ്സിലായത് കൊണ്ടുമാണ് അവരെന്ത് ചെയ്ത് പൈസ തരുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട് അത് എനിക്കിപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ, 18 വയസ്സ് എടുക്കാൻ പറ്റില്ല. അതെന്തിനാ കുഴപ്പമുള്ളത്? 18 വയസ്സേക്ക് മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലോ അത്. എന്തായാലും അതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല കേട്ടോ. കാരണം ഓരോരുത്തർ വന്ന് എന്നോട് ഇങ്ങോട്ട് പറയും, എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഒരു വഴക്കിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും തോന്നുന്നു നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ, നിങ്ങളുമായിട്ടുള്ള പ്രശ്നം എന്തിനു മൂന്നാമത് ഒരാളെ അതിൻ്റെ അകത്ത് കയറ്റുന്നു? ഇത് ഞാൻ ചേട്ടനോട് ചോദിച്ചതാണ്. ഇത് ആദ്യമേ എനിക്ക് ആ സ്വഭാവമില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ആ ഒരു ബിഗ് ബോസ് താരം സുചിത്ര നായരുടെ വിഷയം വന്നപ്പോ പിണങ്ങിയ സമയത്ത് ഞാൻ ആ ഒരു പ്രാവശ്യം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇട്ട്, തെറി വിളിച്ചതല്ല. ഈ ദേഷ്യം വന്ന ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയല്ലേ രോണു? പേഴ്സണൽ കാര്യങ്ങൾ പോയി ഫേസ്ബുക്കിൽ എഴുതത്തില്ലായിരുന്നു. വാട്സപ്പ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, ഫേസ്ബുക്ക് പബ്ലിക് ആയിട്ടിരിക്കുകയല്ലേ. വാട്സപ്പ് ഇട്ട് ഇത് എനിക്കൊരു നെഗറ്റീവാണ്, അത് മുതലെടുത്തവരുണ്ട്. ആ 3-4-5 വർഷം മുമ്പ് നടന്നതാണ് ഇപ്പൊ ഈ വർഷത്തിൽ ചേട്ടൻ മരിച്ചപ്പം കഥയായിട്ടിരിക്കുന്നത്. അതെങ്ങനെ മുതലെടുപ്പാവും? സ്വന്തം കുടുംബത്തിനകത്ത് ഹസ്ബൻഡിനുമായിട്ടുണ്ടായ ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞു വാട്സ്ആപ്പ് പേഴ്സണൽ ആണെന്ന് പറഞ്ഞു. വാട്സ്ആപ്പ് എങ്ങനെ പേഴ്സണൽ ആവും? അതെ, ഒരാള് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ ഉള്ളവർക്ക് അയച്ചു കൊടുത്താൽ പോരെ. അതെങ്ങനെ ഇപ്പൊ ആകെ ഒരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 10 ഫ്രണ്ട്സ് മാത്രം നല്ല കാണുക. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ വേറെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യും. അതായത് ശത്രു ആണെങ്കിലും നിങ്ങളുടെ നമ്പറുള്ള ഒരാളാന്ന് വിചാരിച്ചു, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 10 ആൾക്ക് അയച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പോൾ അത് ഒന്നും പേഴ്സണൽ അല്ല, മനസ്സിലായോ? ചാറ്റ് പേഴ്സണൽ ആയിരിക്കും. ഒരു പക്ഷെ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്ന ഒരു ചാറ്റ് പേഴ്സണൽ ആയിരിക്കും. ഇത് അപ്പടി നിങ്ങൾ പബ്ലിക്കായിട്ടാണ് വാട്സാപ്പ്. അത് ഭർത്താവിനായിട്ട് അടി ഉണ്ടാക്കുന്നത് ഫേസ്ബുക്കിൽ. ഇവര് ഭയങ്കര ആക്റ്റീവ് ആട്ടോ. ഇതേ ഒരു കാര്യം പറയാം, ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ്. അവരുടെ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ്, ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയൊന്നുമല്ല അവർ. ഈ പറഞ്ഞ ഇത് ഇവരുടെ ഒരു മൈനസ് ആണ്. അത് ആളുകൾ ഇപ്പൊ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടല്ല, അത് നിങ്ങളുടെ തെറ്റാണ്. ഇപ്പൊ നമ്മള് പ്രൈവസി നമ്മൾ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞ ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുക സ്വാഭാവികമാണ്. നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോ ഒന്നും വേണ്ട. ഞാനും സ്നേഹയും ഒരു 4 ദിവസം വീഡിയോ ഇടാതെ, സ്നേഹ ഏതെങ്കിലും ഒരു ദിവസം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാണ് മൂവിങ് ഓൺ എന്ന് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ എന്താ പറയാ, സീക്രട്ട് ഇതിനും അടി തെറ്റി. ഈ മൂവിങ് ഓൺ എന്തായിരിക്കും? 4 ദിവസം ഇവള് വല്ല ദുബായിക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിക്കോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധനം വാങ്ങാനും ബാക്കി പരിപാടിക്കും ഒക്കെ കടയിൽ പോയ ഒരു സമയമായിരിക്കും. വീഡിയോ ഇടാൻ സമയം കിട്ടി കാണില്ല. മൂവിങ് ഓൺ എന്താ? ഈ പെട്ടിയെടുത്ത് ബാംഗ്ലൂർ പോണതായിരിക്കും. ഞാൻ പണ്ട് മറ്റേ സ്ഥിരമായിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ ഓരോന്നിടും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നല്ല രസമുള്ളത്. കുറെ പേർക്ക് വണ്ടിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്താ നീ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത്, എന്താ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത്? വാട്സപ്പിലല്ല, ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇടുമ്പോൾ. ഇപ്പൊ എന്നും ഇടുന്നോണ്ട് പിന്നെ ആർക്കും ചോദിക്കാനൊന്നുമില്ല. പറയാൻ പറ്റില്ല കേട്ടോ, നാളേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്നേഹം പറയാൻ പറ്റില്ല. അല്ല, നമുക്ക് സത്യം പറയാം, നമുക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പണ്ടത്തെ സംഭവം വെച്ചിട്ട് അവർ പറയും, കണക്ക് കൂട്ടും. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, നിങ്ങളെ കയ്യിൽ നിന്ന് പോയതാണ്. ചേട്ടൻ മരിക്കുന്നവരും നമ്മൾ അന്നം തന്നു കഴിച്ചോണ്ട് ചേട്ടൻ നല്ല പണിയെടുത്ത് ആത്മാർത്ഥയോടെ വർക്ക് ചെയ്ത കമ്പനിയാണ് രജപുത്ര. അപ്പൊ അവര് തന്ന ശമ്പളം കൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചത്, കഴിച്ചതും. ചേട്ടൻ മരിച്ചതിന് ശേഷം അവര് സാന്ത്വനത്തിന്റെ ലാസ്റ്റ് ഡേ പറഞ്ഞു, രഞ്ജിത്തേട്ടൻ തന്നെ പറഞ്ഞു, എനിക്ക് അന്ന് തന്നെ കോള് വന്നു, ആദ്യത്തെ വീട് പൂർത്തിയാക്കി കൊടുക്കണം, ആദ്യത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുക്കണം, അതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ 2-3 പേര് അവിടെ നിന്ന് പറഞ്ഞു ലൊക്കേഷനിൽ നിന്ന്. പിന്നെ ചിപ്പി ചേച്ചി എന്ന് പറയുമ്പോ എന്താ ചിപ്പി ചേച്ചി എടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, രോണു അങ്ങനൊന്നും സംഭവം ഇല്ല രോണു, നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചിപ്പി ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ രോണു ഇത് പറയുമ്പോഴും കള്ളമാണ് രോണു. കാരണം ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ലേ? അതാണ്, ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ല എന്നല്ല. ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ പിള്ളേർ ഫീസ് അടയ്ക്കാൻ കുറച്ച് ഒന്ന് വന്നപ്പോ ഞാൻ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് പെരിങ്ങമല ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു സഹോദരനെ പോലെയും നല്ലൊരു കൂട്ടുകാരനുമായിരുന്നു, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നതായിരുന്നു. അപ്പം എനിക്ക് പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു. രോണു ഇങ്ങനെ ഞങ്ങള് എന്തിനു പറയാം, വീടിന്റെ കാര്യം സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ സജിയേട്ടാ എനിക്കിപ്പം അത്യാവശ്യം എനിക്ക് ഫീസ് കൊടുക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചതാ. അപ്പൊ പറഞ്ഞ ചിപ്പി ചേച്ചിയോട് പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പം വിളിക്കാറില്ലല്ലോ ചേച്ചി, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഇല്ല കുഴപ്പമില്ല രോണു, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. സജി പെരിങ്ങമല പോയി ചോദിച്ചു. അങ്ങനെ ചിപ്പി ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു 2 ടേം ഫീസ് തന്നു, കുട്ടികളെ സഹായിക്കാനും പഠിപ്പിക്കാനുള്ള. അതെ. ഇത്
പൈസ കിട്ടി. ഞാനൊരു കാര്യം ഇത് ഡിക്റ്റോ രേണുസുതി ടൈപ്പാണ്. എന്താ അത് ആ സമയത്ത് നമുക്ക് സഹായിക്കാം എന്നൊരു വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ചിപ്പി അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിപ്പി എങ്ങനെ ഉണ്ടോ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ, സഹായിച്ചു, കുട്ടികൾക്ക് പൈസ കൊടുത്തു. അല്ല ആദ്യത്തെ മറ്റേതിന്റെ വീടിന്റെ കാര്യം, വീടിന്റെ കാര്യം വിടും. കാരണം ഈ പറഞ്ഞ പോലെ ഹിയർസേ ആയിരിക്കും, ഒരാൾ പറഞ്ഞ വേറെ ആൾ കേട്ടായിരിക്കും, ഇവര് നേരിട്ട് പറഞ്ഞിട്ടില്ല, അവര് കേട്ടില്ല പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് നോക്കാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് അതിലും വലുതാണ് ഈ ഫീസ് കൊടുത്ത സംഗതി. ഫീസ് കൊടുത്തു, കൊടുക്കാതിരുന്നില്ല, കൊടുത്തിട്ടുണ്ട്. ഒരാള് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് കൊടുത്തു. പിന്നെ മുന്നോട്ട് അവരത് കൊടുക്കാൻ ഇപ്പൊ ആവണേ ഉള്ളൂ തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് മറ്റേ ഇന്റർവ്യൂല് കണ്ട, ആ ഇന്റർവ്യൂ അവിടെ വെക്കുന്നുണ്ട്. പക്ഷെ ഇവര് വന്നിട്ട് എന്താ പറയണേ, അതെന്തോ വലിയ പ്രശ്നമായിട്ടാ പറയണത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, രേണുസുതിക്ക് വീട് കിട്ടിയ പോലെ പോയി ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ അവര് പൈസ തന്നതിന്റെ സീന്. അതൊക്കെ എന്താ അറിയോ, പക്ഷെ അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ടാവും. അവരിപ്പോ ഇവരെ കാര്യം നോക്കി നിക്കണം എന്നില്ലല്ലോ. അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്ക് നമുക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. സഹായം വേണം, സഹായം എല്ലാരും തരണം, സഹായിക്കണം. പക്ഷെ ഞാൻ പറയുന്ന സമയത്തും പറയുന്ന ടൈമിലും അവര് ഫോൺ എടുത്ത് വിളിച്ചെടുക്കണം, അതൊക്കെയാണ് വേണ്ടത്. കിട്ടണം, അപ്പൊ തന്നെ ഡിമാൻഡിങ് ആവരുത്. സഹായം ഒരിക്കലും ഒരു ഡിമാൻഡ് ചെയ്യലാവരുത്. അതെ, സഹായം ചോദിക്കുന്ന ആളെ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഇപ്പൊ എന്റെ കുട്ടികളുടെ ഫീസ് അടക്കണം, എന്തെങ്കിലും സഹായം ചെയ്തു തരണം, ഇങ്ങനെ ഒരു ഭയങ്കര ഇതിലാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണം, ചെയ്യണം, അതേ പറ്റില്ല. അപ്പൊ ആ സമയത്തൊന്നും കടമ, അതെനിക്ക് മനസ്സിലാവുന്നത് കടമയാണ്, ഇവര് ചെയ്തേ പറ്റുള്ളൂ. മറ്റേ സ്വിഗ്ഗികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഡെലിവറിക്ക് മരിച്ചതിന് ശേഷം. അതിന്റെ ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ടോ, അത് ഈ ചിപ്പി ഡെലിവറി വീട്ടിലൊക്കെ പോയി, അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കിയോണ്ട് കാണാം. എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി, കൂടെ ഉള്ള കൊണ്ടുപോയി ഡോക്ടറിന് പൈസ കൊടുത്ത് എനിക്ക് ഭ്രാന്താണ്. മീൻസ് എന്താ പേഴ്സണാലിറ്റി, എനിക്ക് എക്സ്ട്രാ ദേഷ്യം കൂടുതൽ, എനിക്ക് അറിയത്തില്ല. ഞാൻ വിളിച്ചു, ഇനി അതായിരിക്കും അവർക്ക് തൃപ്തി, ഇനി അതെന്റെ തലയിൽ ഇരുന്നോട്ടെ. അങ്ങനെ ചെയ്തു. മരിച്ച് 3-ാം ദിവസമായപ്പം ചേട്ടന്റെ സഹോദരൻ ചേട്ടൻ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ ഗുളിക വരെ മേടിച്ചോട്ട് വന്നു. ഞാൻ കഴിച്ചാൽ ഇന്ന് എന്റെ വീട്ടിലെ പൊതിയിരിപ്പുണ്ട്. അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത്, എത്രയോ പ്രശ്നം വരുമ്പോ ഓരോ പെണ്ണുങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്കും കുറെ വൈറലാക്കാം. ഒന്നുമില്ല, സെലിബ്രിറ്റിയുടെ ഭാര്യയല്ലേ ഞാൻ. ആ മനുഷ്യനെ നാണം കെടുത്തിയിട്ടില്ല. അന്നൊരു ദിവസം സമയത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു എന്നുള്ളത് ശരിയാ, അത് വെച്ച് എന്നെ അളക്കരുത്. വാട്സാപ്പിലല്ലേ ഇട്ടത്? ആ വാട്സാപ്പിലാ ഇട്ടത്. അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ? അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ കുടുംബത്തില്? അവർക്ക് അവളുടെ ആവശ്യമല്ലേ വലുത്. മറ്റൊരു പെണ്ണിന്റെ ലൈഫ് പോണതോ അതോ അതിൻ്റെ അകത്ത് അവളെ കുറ്റം പറയാൻ പറ്റില്ല. സൗഹൃദം ഉണ്ടാക്കുമ്പോ ഒരിക്കലും എന്റെ ഭർത്താവ് മോശമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ച് സൗഹൃദം കൂടി പോവും, സാമ്പത്തിക സഹായം, ഇന്നും ഒരു പേരുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട. ഞാൻ അത് അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഒന്നുമില്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ടുപോയതല്ലേ, ചോദിക്കാൻ ബാധ്യതയാണ്, കൊണ്ടുപോയതാണ്. എനിക്ക് ഫീസിന്റെ കാര്യമൊക്കെ ഞാൻ ആരത്തും പോയിട്ട് എനിക്ക് വീട് വെച്ച് തന്നോ അത് ചോദിച്ചതാന്നോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം. ഈ കൊണ്ടുപോയ പൈസ എന്ന് പറയുമ്പോൾ 1000-നും 2000-നും കണക്കാണോ, ലക്ഷങ്ങളാണോ, അതോ 1000 തുടങ്ങി ലക്ഷങ്ങളിൽ എത്തിയോ? ഇടയ്ക്ക് ചേട്ടൻ അങ്ങ് ഡൗൺ ആയി. അപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞ വീടിന്റെ കാര്യത്തിലുള്ള പണിയുടെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും തമാശ ചോദിക്കും, ചേട്ടൻ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, വേറൊരു കുടുംബം, അത് കണക്കൊരു വേറൊരു ലേഡി തന്നെ, അവരുടെ കുടുംബം പഠിച്ചു പിരിഞ്ഞ് നിൽക്കുക. ദൈവം എന്നൊരു സാധനം ഉണ്ടല്ലോ. അതിനുശേഷം ഞാൻ സംസാരിച്ചതിന് ശേഷം പിന്നീട് കോണ്ടാക്ട് ചെയ്തു. പിന്നീട് കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയാം. ഒരു വേറെ ഡയറക്ടർ ഉണ്ട്, ഒരു ശ്രീജിത്ത് പല്ലേരി. അപ്പൊ പുള്ളി ഒരു സീരിയൽ നടിയോട് ഒരു ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അത് കോംപ്രമൈസ് ചെയ്യാൻ ആ നടി ഈ പറഞ്ഞ മറ്റേ വ്യക്തിയാണ് വിളിച്ചത്. അതെ, നമ്മളെ സുചിത്ര നായരനെ. ആ ഹെൽപ്പിന് അവളെ വിളിച്ചത് എൻ്റെ ചേട്ടനെ. എനിക്കത് പിടിച്ചില്ല. അങ്ങനെ പോയി. നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം, ഇങ്ങനെ തന്നെ പോണം. ഇനിയും ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സന്തോഷമായിട്ട് ജീവിക്കണം. എന്നെ ശരിക്കും നോക്കിക്കേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് കംപ്ലീറ്റ്ലി ബ്ലെയിം ആൻഡ് ഷെയിം ചെയ്യുന്നത് ഹസ്ബൻഡിനെയാണ്. ഹസ്ബൻഡിനെ സുചിത്രേന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ നടക്കുന്നു വേറൊരു ഫാമിലി, വേറൊരു പെണ്ണിന്റെ കോംപ്രമൈസിന് വേണ്ടിട്ട് അവർക്ക് പൈസ ആവശ്യം വന്നിരുന്നു. അത് സുചിത്രനോട് ചോദിച്ചു, സുചിത്ര ഇയാളോട് ചോദിച്ചു. ഇതിനിടയിൽ ഒരു പറഞ്ഞ സാധനം കേട്ടോ, വേറൊരു ലേഡി അവരും ഇപ്പോ തകർന്നിരിക്കുകയാണ്. ദൈവമേ, ദൈവമുണ്ടല്ലോ, അഗർബത്തിന്റെ പരസ്യം പോലെ.
ഡേയ് ഇത് ഏത് യൂണിവേഴ്സ്? അതാ ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് വെരി സിമിലർ ടു സുധീസ് രേണൂസ് ടോപ്പിക് അല്ലേ? ഇവരെന്നെ പറയുന്നത് ഇവരുടെ ഹസ്ബൻഡ്, ഇവർ പറയുന്നത് എന്താ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മോശക്കാരനാക്കുന്നതല്ല, ബട്ട് എൻ്റെ ഹസ്ബൻഡിന് ഫ്രണ്ട്ഷിപ്പ്, അതിൽ നിന്ന് പൈസ കൊടുക്കൽ ഒക്കെ സ്ത്രീകളെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പ്, പൈസ കൊടുക്കൽ എന്ന് പറയുമ്പോൾ ഒരു ആണിനെ കുറിച്ച് അങ്ങനെ ഒരു അലിഗേഷൻ സ്വന്തം ഭാര്യ പറയുമ്പോൾ തന്നെ ആണ് എന്താവുന്നതാണ് സൊസൈറ്റി തിങ്ക് ചെയ്യലേടി. പിന്നെ ഇവർ പറഞ്ഞ ഒരു സംഗതി എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല മുന്നിക്ക്, എനിക്ക് വേണമെങ്കിൽ വൈറലാക്കാം, ഞാൻ സെലിബ്രിറ്റിയുടെ ഭാര്യയല്ലേ. ഇതേ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, ഇതൊക്കെ ഒരു വൈറലാക്കൽ തന്നെയാണല്ലോ. ഇപ്പൊ ഈ സമയത്ത് വന്ന് ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യം എന്താ ശരിക്കും? ഞാനൊരു സെലിബ്രിറ്റിയുടെ ഭാര്യയല്ലേ, എനിക്കിത് വൈറലാക്കി കൂടെ? എനിക്കൊന്നും പറയാനില്ല മോളെ, വൈറലാക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വൈറലാക്കാം, കുഴപ്പമില്ല. കുറച്ച് ബാങ്ക് ബാലൻസ് കയ്യിൽ വെച്ചോണ്ടു കേട്ടോ. ആ ഇന്റർവ്യൂ കൊടുത്തതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി, ആ ചാനലിനും ഭീഷണി, എനിക്കും ഭീഷണി എന്ന് കരുതി ആ ഭീഷണിയിലോണ് അയ്യോ കഷ്ടം, അയ്യോ വേണ്ടായിരുന്നു, പക്ഷെ പറ്റിപ്പോയി, ഇത് ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞതിനകത്ത് എനിക്ക് സത്യസന്ധമായ 100% അതിനേക്കാളും കൂടുതൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിൽ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നില്ല. സുചിത്ര നായരെയും TS അജിയെയും കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, ടെൻഷൻ അവർ വലിയ ആൾക്കാരല്ലേ, ഗുണ്ടകളൊക്കെ ഉള്ള ടീമാണല്ലോ. അതെ, സുചിത്ര നായർക്ക് ഒരുപാട് ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ട്, എനിക്കതൊരു വിഷയമില്ല. കാരണം എനിക്കിപ്പം എന്താ പറയുക, എനിക്ക് ഗുണ്ടകളെ പഠിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നാളെ എനിക്ക് ഒരുപാട് കോൾസ് വന്നു, ചാനലിലും കോൾസ് വന്നിട്ടുണ്ട് ഭീഷണിയായിട്ട്, എനിക്കും കോൾസ് വന്നിട്ടുണ്ട്. ഞാനതിൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞതൊന്നും പിൻവലിക്കുന്നില്ല. ഈ സുചിത്ര നായർ എന്ന വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും അറിയാം, ഈവൻ എന്താ പറയാ ഈ പ്രൊഡ്യൂസേഴ്സിനും അറിയാം. ഈ കുടുംബ പ്രശ്നം നടന്നപ്പോൾ പോലും ഈ പ്രൊഡ്യൂസേഴ്സിന് വരെ അറിയാം. അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാം അറിയാം, ഉമ്മ നായർ ചേച്ചി. ഉമ്മ ചേച്ചി ആലോചിക്കുക, ആ ഉമ്മ ചേച്ചിയെ ദ്രോഹിച്ചിട്ടുണ്ട്. ആ ഉമ്മ ചേച്ചി എൻ്റെ അടുത്ത് പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവളുടെ ഒരു ടോർച്ചറിങ്, അവളുടെ ഒരു ക്യാരക്ടർ വൈസ് കാരണം ആ ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ ഉമാ നായർ ചേച്ചിയെ ദ്രോഹിച്ചതും മറ്റേ ഇപ്പം പ്രിയാമേനോൻ, വാനമ്പാടിയിലെ സംഭവങ്ങളാണ്, പ്രിയാമേനോൻ ചേച്ചിയെ ഉപദ്രവിച്ചതും ഈ ശ്രീചിത്ര നായർ കാരണം ഞാൻ താമസിച്ചിരുന്ന പൊന്നക്കാമ്പുകളുടെ വീട്ടില് ഗുണ്ടകൾ വന്നു തുടങ്ങി. ഇവളുടെ ഒരു പ്രശ്നം കാരണം അവളുടെ ഗുണ്ടകൾ വന്നപ്പം അതില് ആ പ്രശ്നം വീട് വരെ വന്നാൽ അതിപ്പോ താഴത്തെ ഓണത്ത് ചോദിച്ചാൽ ഇപ്പോഴും പറയും. കാരണം എല്ലാ ഗുണ്ടകൾ അവർക്ക് ഈ തിരുവനന്തപുരത്തെ കുറച്ച് ഗുണ്ടകളായിട്ട് ബന്ധമുണ്ട്. അതായത് പപ്പിക്കുട്ടിയാണത് ഞാൻ എന്താ വിചാരിച്ചറിയോ, ഈ പറയുന്നതേക്ക് ഞാൻ പറഞ്ഞല്ലോ സുചിത്ര ഈ സുചിത്ര എന്തായിരുന്നു ഹസ്ബൻഡിന്റെ ഒപ്പം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്റെ ഹസ്ബൻഡും സുചിത്രയും ഫ്രണ്ട്സ് ആയിരുന്നു, ഫ്രണ്ട്ഷിപ്പാണ് എന്റെ ഹസ്ബൻഡിന്റെ മെയിൻ, പൈസ കൊടുക്കലാണ് മെയിൻ പരിപാടി. എടി ഇതിന് എന്താ എങ്ങനെയാ പ്രൂഫ്? അല്ലെങ്കിൽ എന്തെങ്കിലും ശരി, ഭർത്താവിനെ കുറ്റം പറഞ്ഞ ഭർത്താവ് ചെയ്ത് കൊടുത്തിട്ടല്ലോ എന്തായാലും. അങ്ങനെയാണെങ്കിൽ ഒരു പേരും ഒരു സംഗതിയും പറയുമ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അത് അവർക്ക് തരാനില്ല. പിന്നെ അവർ ചെയ്ത ഏറ്റവും വലിയ റോങ് തിങ് ഉമാ നായർ അപ്പുറത്തും ഇപ്പുറത്തും കൂടി പ്രിയാമേനോൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു കോൺട്രവേഴ്സിയിലും ഇല്ലാതെ ജീവിച്ചു പോണവരെ വലിച്ചു ഇതാവാ. ഞാനും നിങ്ങളും അവര് തമ്മിൽ പേഴ്സണൽ സംസാരങ്ങൾ ഇപ്പൊ ഉണ്ടായിരിക്കാം, പക്ഷെ അത് വിചാരിച്ചിങ്ങനെ പബ്ലിക്കായിട്ട് അവരെ നാട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവരെ കൊണ്ടൊന്നും ഇതിനിടയിലിട്ട് അതെ, ഇനിയിപ്പോ അവർക്ക് ഉത്തരം പറയേണ്ട അവസ്ഥ വന്നു. അപ്പൊ ഇവർക്ക് അത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ സീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർക്കുക, അത് വിത്ത് സോളിഡ് എവിഡൻസ് നിങ്ങൾ തീർക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ ഹിയർസേ വന്ന് പറയാൻ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെന്റ് എങ്കിലും വേണം. അത് നിങ്ങൾക്ക് ഇല്ലാന്നാണ് എനിക്ക് മനസ്സിലായത്. അതാണെങ്കിൽ നിങ്ങൾ അതും പറഞ്ഞിട്ട് പോയി. വേറെ കാര്യം പറയുന്നുണ്ട്, സുചിത്ര എത്ര വലിയ ഗുണ്ടിയാണെന്ന് അറിഞ്ഞില്ല. പേഴ്സണലി എനിക്ക് സുചിത്രനെ അറിയില്ല, സുചിത്ര ബിഗ് ബോസിൽ വന്ന് പോയതല്ല, എനിക്ക് സുചിത്രനെ കണ്ടിട്ടില്ല, എനിക്ക് സുചിത്രേന്റെ ഒരു കണക്ഷനും ഇല്ല. ഇവരിപ്പോ സുചിത്രനെ കുറിച്ച് പറയുന്ന കാര്യങ്ങള് ഓക്കെ, ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ ഹിയർസേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളും ഈ പറഞ്ഞ പോലെ പലതും കേൾക്കാതിരിക്കാം. അതിപ്പോ എന്നെ കുറിച്ച് ചോദിച്ചാലും ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ പറയും. അതെ, അത് ഹിയർസേ ആണ്. അത് വേറൊരാൾ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിന് നമ്മളതിലും എന്തില്ല, എവിഡൻസ് കാണൂല, മനസ്സിലായില്ലേ? പക്ഷെ ഇവരിപ്പോ ഈ വന്ന് പറയുമ്പോൾ ഇത് ഇവരുടെ ലൈഫ്, മരിച്ചുപോയ ഹസ്ബൻഡിന്റെ ലൈഫ് ഒക്കെയാണ് ഇവർ പറയുന്നത്.
നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ മക്കളെ കൂടിയാണ് ഇതിലേക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലേഡി പ്ലീസ് കം വിത്ത് എ സോളിഡ് എവിഡൻസ്. വേറെ കാര്യം ശ്രദ്ധിച്ചോ, അവരുടെ ബാക്കിൽ ഫോട്ടോ രേണുസുതി, ഞാനതിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത്. കാരണം ഈ പിക്ചറൈസേഷനും ഇതിന്റെ ഒരു പ്ലാനും പ്ലോട്ടൊക്കെ ഒന്നാ. കാരണം അതേ ഹസ്ബൻഡ് ഒരു ഫോട്ടോ വെക്കുന്നു, ആ ഫ്രെയിം കറക്റ്റ് ചെയ്യുന്നു, രേണു സംസാരിക്കുമ്പോൾ ബാക്കിൽ സുധീന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച് കാണും. ഇപ്പൊ എല്ലാ ഭർത്താക്കന്മാരും മരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ബാക്കിൽ കാണും, പക്ഷെ അതിന് മുന്നൊന്ന് വീഡിയോ എടുക്കുന്നത്. അതെ, വേറെ എവിടെ സ്ഥലമില്ലാതെ ഉള്ള പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഞാൻ പറയട്ടെ, അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവാം. അല്ല, ഞാൻ ഇല്ല എന്ന് കാരണം അവർ പറയുന്നത് സംസാരത്തിൽ അത്രയും കുറച്ച് കോൺഫിഡൻസ് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ നമുക്ക് നമ്മൾ ആസ് എ പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ മാത്രം ആയിട്ടില്ല. ഇനി ആ PR ഈ ചിപ്പിയോ ആയിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ സജി പേങ്ങമലയോ പേര് ഞാൻ പറഞ്ഞു, അങ്ങേര് ഒന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് സുചിത്ര നായർ. സുചിത്രയാണ് അല്ല, മൂന്നാമത് ഒരാണാണ് അത് ചേട്ടൻ പറയുന്നു ഇപ്പോ. പക്ഷെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത് സുചിത്ര നായർ എന്ന പേര് എടുത്തു പറയുകയുണ്ടായി. അതിന്റെ സത്യാവസ്ഥ രോണുവല്ലേ പറഞ്ഞത്? രോണുവാണ് പറഞ്ഞത്. ശരി, മൂന്നാമത് ഒരു ആണ്. അതായത് ഞാനിപ്പോ പറയുന്ന കള്ളമല്ല, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, DYSP രാജ്കുമാർ. അത് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയതാണ്. അപ്പൊ മൂന്നാമത് വ്യക്തി കടന്നു വന്നത് ഒരാണായിട്ടാണ്. അതും രോണുവിന്റെ പ്രശ്നത്തിലായിട്ട് വന്നത്. നമ്മുടെ സീരിയൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഡയറക്ടർ ആകെ ടെൻഷൻ അടിക്കുന്നു. നമ്മൾ അസോസിയേഷൻ പിടിച്ച് ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു. ഡയറക്ടർ അപ്പോൾ ആ സമയത്ത് ജിതേഷ് ആയിരുന്നു. ജിതേഷൻ ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു. ആദ്യ സാറ് ടെൻഷൻ അടിച്ച് പോകുന്നു. രാജ്കുമാർ സാറ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പുള്ളിയെ കൊണ്ട് പോകുന്നു. അപ്പൊ പുള്ളി DSP ആണ്. ഇപ്പൊ പുള്ളി പെൻഷനായി. ആ പുള്ളിയെ കൊണ്ട് പോകുന്നത് സോൾവ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻ ഏതാ നമുക്കെല്ലാം അറിയാം. അപ്പൊ അത് പെണ്ണല്ല, ഒരാണായിരുന്നു. അതൊരു വീഡിയോ കോളായിരുന്നു. അത് ഭയങ്കര വൾഗറായിട്ട് മോശമായിട്ടൊരു വീഡിയോ കോളായിരുന്നു. അപ്പൊ അത് കണ്ടെടുക്കാനായിട്ടാണ് രാജ്കുമാർ സാറും അതിന് തെളിവുകളുണ്ട്. അത് ആരുമായി ബന്ധപ്പെടുത്തിയ താങ്കൾ ഈ പറയുന്നത്? വീഡിയോ കോൾ ആരെ ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത്? സത്യത്തിന്റെ മുഖം എപ്പോഴും തുറന്നതായിരിക്കണം സജിയേട്ടാ. അതാ ഞാൻ പറയുന്നത്. ഇത് കംപ്ലൈന്റ് ചെയ്യുന്നത് ആദിത്യ സാറാണ്. ഓക്കെ, സ്വന്തം ഭാര്യയെ പറ്റി വേറെ ആളായിട്ട് വീഡിയോ കോൾ ചെയ്തു. ഇത് വൾഗറാണ്. അത് അവരെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. മൂന്നാമത് ഒരാളെന്ന് പറയുമ്പോ ആദിത്യൻ സാർ ഇന്ന് ഇല്ല. പക്ഷെ എങ്കിലും ദൃക്സാക്ഷിയായിട്ട് താങ്കൾക്ക് പറയുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? വീഡിയോ കോളോ കാര്യങ്ങളോ അതൊക്കെ പിന്നീട്, അതായത് അതൊരു വെർച്വൽ തെളിവാണ്. ഗവൺമെന്റ് കേസാണ്. കേസാക്കി തേച്ച് മാറ്റി കളഞ്ഞ സംഭവമാണ്. DYSP രാജ്കുമാർ സാർ എന്നുള്ള ആള് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോട്. അപ്പൊ ഇതില് പറയുന്നത് ഈ റോണുവിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു എന്നും അതൊരു വീഡിയോ കോൾ വഴിയാണ് എന്നുള്ളതും അത് കണ്ടുപിടിച്ച ഹസ്ബൻഡ് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് കേസായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഏതോ ഒരു DYSP ഇടപെട്ടു എന്നും ഇതൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. സോ ഇപ്പൊ എന്തായി, നിങ്ങൾ ഇടുന്ന പ്ലേറ്റ് ഇങ്ങനെ മറിഞ്ഞു, മനസ്സിലായോ? ഇങ്ങനെയുള്ള പ്ലേറ്റ്, അതായത് ഇങ്ങനെ പ്ലേറ്റ് ഇരിക്കുമ്പോ ഗുണം എന്താ പറയുക, പ്ലേറ്റ് അടച്ചു വെക്കുമ്പോ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഈ ഉള്ളിലിരിക്കുന്നത് നമ്മളെ പ്രൈവസിയാണ്. നമ്മൾ ഇങ്ങനെ പ്ലേറ്റ് ആയിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. നമ്മൾ തന്നെ സ്വയം തട്ടിമാടി ഈ പ്ലേറ്റ് മറിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ വരും. ചീഞ്ഞതും ചണ്ടിയായിട്ട് സത്യവും അസത്യങ്ങളും വരും. അതാണ് രസം. അത് നമ്മളെ ആസ് എ പ്രേക്ഷകർ നമ്മൾ വിശ്വസിക്കേണ്ട അവസ്ഥയും വരും. അതായത് സുചിത്ര നായർ 1.5 വർഷം മുന്നേ വാനമ്പാടി നായികയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂ നടക്കുന്നത് 1.5 വർഷത്തിന് ശേഷം സാന്ത്വനത്തിലാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സുചിത്ര നായരുമായിട്ടോ നമ്മളെ ഈ രോണി ചന്ദ്രനായിട്ടോ ഒരു ഇഷ്യൂ ഇല്ല. ആരുടെ ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നം നടക്കുന്നത് ഒരു 1.5 വർഷം കഴിഞ്ഞ ശേഷം സാന്ത്വനം എന്നുള്ള സീരിയലിലാണ്. ഇപ്പോ അതിനുശേഷം നമ്മൾ ഈ ആദ്യ സാറ് വീട്ടിലെ ഇഷ്യൂ ഉണ്ടായി. പുള്ളി പിന്നെ വീട്ടിൽ പോയില്ല. ഒരു 3-4 ദിവസം വീട്ടിൽ പോവാതെ പുള്ളിക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ട്, എംപവർ മീഡിയ എന്ന് പറയുന്നത്. എൻ്റെ ഹെഡ് മേഘ ശരത്ത്, പ്രദീപ്, അവിടെ കുറേ വ്യക്തികളുണ്ട്. അപ്പൊ പുള്ളി അവിടെ അങ്ങ് താമസം 2-3 ദിവസം അവിടെ അങ്ങ് താമസിച്ച് വീട്ടിൽ പോകാതെ. അങ്ങനെ താമസിച്ചപ്പോ വൈഫ് രോണു ഒരു എന്താ പറയുക, അതെ, അത് കേട്ട് നമ്മുടെ ലൊക്കേഷനിൽ വന്നു. അത് മുട്ടത്ര വീടായിരുന്നു ലൊക്കേഷൻ. അവിടെ വന്നിട്ട് സാറുമായിട്ട് അങ്ങ് സാറിന് എന്താ പറയുക, സാറിനെ തൂക്കിയെടുക്കുന്നു, സാറിനെ കുട്ടെങ്കിലും കൊണ്ട് ചാരുന്നു. ഭയങ്കരമായിട്ട് കുറെ മോശമായ സംസാരങ്ങൾ സംസാരിക്കുന്നു. ഈ നൈറ്റ് രോണ് വീട്ടിൽ നിന്ന് പോവുകയും രോണിനെ കാണാതാവുകയും, ഒരു 12 മണിക്ക് പോയ രോണ് ഒരു വെളുപ്പിന് 2 മണിക്ക് രോണിനെ തിരിച്ചു കിട്ടുകയും, മൊത്തം രാത്രി സംഭവിക്കുന്നത്. എവിടെയൊക്കെ ഇപ്പോൾ ഒളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് രോണ് വന്നു. ഇതൊക്കെ സംസാരിച്ച് ഇതൊക്കെ അതിന് തിരയുന്നത് ഞാനുണ്ട്, നമ്മളെ സ്റ്റുഡിയോയിലെ മേഘ ശരത്തുണ്ട്, പ്രദീപ് ഉണ്ട്, സ്റ്റുഡിയോയിൽ 4-5 പേരുണ്ട്. ഒപ്പം ആദ്യ സാർ മൊത്തം അന്വേഷിച്ച് പിടിക്കുക.
ലാസ്റ്റ് റോണിനെ ഒരു ചെടിയുടെ ഇടയിൽ ഒരു മരത്തെ തെങ്ങിന്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നു, റോണിനെ കൊണ്ടുവരുന്നു, വീട്ടിലിരുത്തുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പം പോയി രാത്രി 12 രാവിലെ റോണ് നല്ല ഫിറ്റാണ്. റോൺ ഇപ്പോൾ ഒരു വീഡിയോ ഇറക്കിയായിരുന്നു, ഒരു വീഡിയോ ശരി ഫേസ്ബുക്ക് വഴി. അതിൽ റോൺ ഫിറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഓൺലൈൻ മീഡിയ ഉള്ള ആളല്ലേ, മനസ്സിലായി. അപ്പോൾ ഒരു ഫേസ്ബുക്കിൽ വീഡിയോ വന്നില്ലേ, ആ വീഡിയോയിൽ റോൺ ഫിറ്റ് അല്ല, നോർമൽ ആണെന്ന് തോന്നുന്നുണ്ടോ? രോണിന്റെ വീഡിയോ ഞാൻ കണ്ടു. നോർമൽ ആണോ, അദ്ദേഹം മദ്യപിച്ചിട്ടാണോ, അത് അത് നമുക്ക് നിങ്ങൾ പറയാൻ കഴിവേറാണ്. ഒരാള് മദ്യപിച്ചിട്ടാണോ അല്ലാതെ വീഡിയോ ഉണ്ടാക്കി ഇറക്കിയിരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ കഴിവേറാണ്. അതായത് അടിച്ചോ ഇല്ലയെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമുക്ക് മണക്കും നക്കിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ വീഡിയോനകത്ത്. അടിച്ചോ ഇല്ല എന്നുള്ള ആസ്പെക്ട് ഒന്നും ഇല്ല, പക്ഷെ പറയുന്നതിലുള്ള ഡിഫറൻസുകൾ, ബോഡി ലാംഗ്വേജ്, അതിൽ നിന്ന് നമുക്ക് പറയുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതിപ്പോ നിങ്ങളിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയുകയാണ് ഗരുതാ കയ്യൊക്കെ വെച്ചിങ്ങനെ സംസാരിക്കണം, 2 വിട്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ദേഷ്യം വരും. സോ അതിലേക്ക് പോകാൻ എനിക്കും പേഴ്സണലി താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു വെച്ച 1-2 കാര്യങ്ങൾ വയ്ക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആളൊരു നിസ്സാരക്കാരിയല്ല. അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രൊവോക്കേഷൻ, ഈ ടോർച്ചറിങ്ങും എല്ലാം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ല, അവരെന്നെ പറയുന്നുണ്ട് അവരുടെ വീഡിയോയിൽ അവർ ഭയങ്കര പൊസസീവ് ആണ്, അവർ നല്ല നന്മമാരല്ലാന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് 2 സൈഡിൽ നിന്നും. ഇപ്പൊ ഞാനൊരു ഹസ്ബൻഡ് പോയിന്റ് ഓഫ് വ്യൂലാണ് സംസാരിക്കുന്നത്. ഈ പാവപ്പെട്ടവൻ മരിച്ചുപോയ സമയത്ത് ഇയാൾക്ക് കുറെ പറയാൻ കാണും, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ വോയിസ് ഇല്ല, അങ്ങനെ പോയി. അപ്പൊ അയാൾ അനുഭവിച്ച കാര്യങ്ങൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ അത് ഫ്രണ്ട്സിലൂടെ പുറത്തു വരും, മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ആ ലേഡി പറയുന്ന വേർഷനിൽ ഇയാളൊരു വൃത്തികെട്ടം എന്നുള്ള രീതിയിൽ മുദ്ര കുത്തപ്പെടും. 2-1 നടക്കാൻ പോകുന്നുള്ളൂ. ബട്ട് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. അല്ലേ? ഇപ്പൊ ഈ റോണു എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് ഈ വ്യക്തിയെ കുറിച്ചിട്ട് റോണു പറഞ്ഞാൽ എന്താ, ചിപ്പിയുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചു കൊടുക്കാൻ ഈ ചേട്ടൻ സഹായിച്ചു, ഈ ചേട്ടൻ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം നിന്നൊരു ചേട്ടനാണ്, ഈ ചേട്ടൻ ഹസ്ബൻഡ് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. അയാൾ തന്നെയാണ് ഇപ്പൊ എന്ത് പറഞ്ഞത്, ബ്രദർ എന്ന രീതിയിൽ നിന്ന ആളാണ്. അപ്പൊ ഇയാൾ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ മദ്യപാനത്തിനെ കുറിച്ചിട്ടും ഷോർട്ട് ടെമ്പേർഡ് ആണ്. പിന്നെ ഇയാളെ വണ്ടി പിടിച്ച് പൊട്ടിച്ചു, 800 ആയിട്ട് വന്നിട്ട് ഫുൾ ഭർത്താവിന്റെ നിർത്തി എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയണ്ടല്ലോ. ഇനി അത് ആയിട്ടില്ല. ഈ പറഞ്ഞ ഇവരുടെ ഹസ്ബൻഡ് ഇല്ലേ ആദിത്യൻ, അവരുടെ ബ്രദർ സംസാരിക്കണ്ടേ, അവളാണ്. ഞാൻ അവളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞാനും അണ്ണനും കൂടെ ഇപ്പൊ പണി തീരാതെ കിടക്കുന്ന ആ വീട്ടിലിരുന്ന് ഞാനും അണ്ണനും കൂടെ ഒരു ദിവസം കണക്കെടുത്തു. മാസം 90,000 രൂപയാണ് രോണുവിന്റെ മാത്രം പേഴ്സണൽ ചെലവ്. അവക്ക് ദിവസം ഒരു ഫുള്ള് വേണം. 1,800 രൂപയുടെ സ്കോച്ചേ കഴിക്കുള്ളൂ. അണ്ണന്റെ സ്വർണവും പണവും കാറിന്റെ കീയൊക്കെ അവന്റെ കയ്യിലുണ്ട്, അത് വാങ്ങിക്കാതെ വിടരുത്. അപ്പൊ സജീവ് പെരിങ്ങമല ചോദിച്ചപ്പോ ഈ കിടക്കുന്ന നിനക്ക് വിഷയമല്ലേ എന്ന് ചോദിച്ചു. ആ മരിച്ചു കിടക്കുന്ന വീട് കാണാൻ എന്നിട്ട് SI തിരിച്ചും മറിച്ചും ചോദിച്ചു, നിങ്ങള് ആ സമയത്ത് എവിടെയായിരുന്നു, എന്തുകൊണ്ട്? ആ SI വീട്ടിൽ വന്ന സുഖമാണ്, കാര്യം അവിടെ വഴക്ക് കൂടി അടിച്ചുപൊട്ടിച്ചിട്ടിരിക്കുന്നതും മദ്യക്കുപ്പികളും ഒക്കെ SI കാണും. പൈസ മുഴുവൻ കൊണ്ടുപോയത് അവളാണ്. ഞാൻ അവളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞാനും അണ്ണനും കൂടെ ഇപ്പൊ പണി തീരാതെ കിടക്കുന്ന ആ വീട്ടിലിരുന്ന് ഞാനും അണ്ണനും കൂടെ ഒരു ദിവസം കണക്കെടുത്തു. മാസം 90,000 രൂപയാണ് രോണുവിന്റെ മാത്രം പേഴ്സണൽ ചെലവ്. ഇവള് വീഡിയോ കോള് വിളിച്ച്, തുണിയില്ലാതെ വിളിച്ച വീഡിയോ കോൾ അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് തേച്ചുമാച്ച റോണു പറയുമ്പോ ആലോചിക്കണം. ഇപ്പൊ റോണുവിനെ കുറിച്ച് മരിച്ചുപോയ റോണുവിന്റെ ഹസ്ബൻഡിന്റെ അനിയനാണ് വന്ന് സംസാരിക്കുന്നത്. ഈ അനിയനെ കുറിച്ചാണ് റോണു പറഞ്ഞ, റോണുവിന് ഭ്രാന്താണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മരുന്ന് കൊടുത്തു. റോണു പറഞ്ഞൊരു കാര്യമുണ്ട്, റോണുവിന്റെ ഓവർ ദേഷ്യമായിരിക്കാം ഒരു പക്ഷെ അവർക്ക് ഭ്രാന്താണെന്ന് തോന്നിപ്പിച്ചത്. അവിടെ സമ്മതിക്കുന്നത് അങ്ങനെ തോന്നിയപ്പോ അവര് കൊടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോ സാധാരണ പിന്നെ ഭർത്താവും കൂടി മരിച്ചപ്പോ ചിലപ്പോ ആകെ മെന്റലി ഇയാള് പറഞ്ഞൊരു കാര്യം കേട്ടോ, അതിനകത്ത് മദ്യപാനം ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഈ വ്യക്തി മരിച്ചു കിടന്ന സമയത്ത് അവിടെ പോലീസ് അന്വേഷിച്ച് ചെന്ന സമയത്ത് അവിടെ കുപ്പികൾ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു, സ്ട്രഗിൾ നടന്നതിന്റെ ഫീൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നേരത്തെ ഈ റോണ് പറഞ്ഞ ഫ്രണ്ട്സ് കയറി വന്ന സമയത്ത് അവരും കണ്ട കാഴ്ച എന്തായിരിക്കണം, സിമിലർ കാഴ്ച ആയിരിക്കുമല്ലോ. അതായത് ഭാര്യയുടെ മുന്നിൽ ഹസ്ബൻഡ് വീണ് കിടക്കുന്നു, ചുറ്റും ബാത്റൂം സാധനങ്ങൾ പൊട്ടി വീണ് കിടക്കുന്ന സമയത്ത് അവരും വിചാരിച്ചു കാണും എന്ത് അവിടെ സ്ട്രഗിൾ നടന്നിട്ടുണ്ട്, തമ്മിൽ ഒരു അടി നടന്നിട്ടാണ് ഇയാൾ വീണ് കിടക്കുന്നത്. വീണ് കിടന്ന ഒരാളെ ഇവര് കൊണ്ടുപോയി റെഡി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവര് പറയില്ലേ, കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ അവര് അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ,
ഇത് എന്താ അറിയോ, കുഴിച്ച് സ്വന്തം കുഴി കുഴിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ഇവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ എക്സ്പ്ലനേഷൻ കുറെ ആൾക്കാർ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഉത്തരം അറിയുന്നതും ഇതൊക്കെ പറയാൻ പറ്റുന്നതുമായിട്ട് രണ്ടാളുകൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഇവരെ മക്കളാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടികളെ ഇതിലേക്കൊന്നും ആരും വലിച്ചഴക്കാതെ ഇരിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. റോണു ആണെന്നുണ്ടെങ്കിലോ കുട്ടികളെ വലിച്ചഴിക്കാതിരിക്കുക, മീഡിയാസ് ആണെങ്കിലോ കുട്ടികളെ വലിച്ചഴിക്കാതിരിക്കുക. ദേ ഹാവ് സം പ്രൈവസി. ഇനിയിപ്പോ അവർക്ക് ഇത് തിരുത്തേണ്ട അവസ്ഥ വന്നു, തിരുത്തേണ്ട അവസ്ഥയ്ക്ക് ഇനി അവരെന്തറിയോ മകനെ കൊണ്ടുവരും, ഓരോരുത്തരെ കൊണ്ടുവരും. ഇനിയിപ്പോ അതായി കണ്ടിന്യൂ ചെയ്യും. അതന്നെ പറയുമ്പോ അത് കൊണ്ടുവരാതിരിക്കുക, മക്കളൊന്നും ഇടപെടാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫ് ഉണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ ഹസ്ബൻഡ് ഇവർക്ക് പൈസ അയച്ചു കൊടുത്തതിനും അല്ലെങ്കിൽ ഹസ്ബൻഡ് ലൈഫിലേക്ക് ഇവർ കയറി വന്നതിന് ചാറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് കുറെ സാധനങ്ങൾ ഇപ്പൊ ഇയാൾ തന്നെ അനിയൻ തന്നെ പറയുന്നു ഈ മരിച്ച ഏട്ടന്റെ ബിലോങ്ങിങ്സ് മൊത്തം ഇവരുടെ കയ്യിലാണ്. ഫോണ്, സ്വർണ്ണം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു കേട്ടോ, ഒരു ഏട്ടൻ പറഞ്ഞത് കേട്ടോ സ്വർണ്ണത്തിന്റെ കാര്യം. മേ ബി ആ സ്വർണ്ണമായിരിക്കണം ചിലപ്പോൾ ഇവർ ഈ പൈസ കിട്ടിയപ്പോൾ വാട്ട് എവർ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണോ, കം വിത്ത് സം പ്രൂഫ്. അല്ലാത്ത പക്ഷം ഇതിനകത്ത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ബെറ്റർ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ സ്വന്തം മരിച്ചുപോയ ഹസ്ബൻഡിനെ റിലേറ്റഡ് ആയിട്ട് വേറൊരു വ്യക്തിയെ വെച്ച് പറയുമ്പോൾ ബെറ്റർ മേക്ക് ഷുവർ അതിന് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര പ്രൈവസിയൊക്കെ കീപ്പ് ചെയ്ത് പ്രൈവറ്റായി വെച്ചിരിക്കുന്ന പ്ലേറ്റ് തുറന്നു വെച്ച പോലെ ആയിരിക്കും, ഉള്ള ഓപ്പൺ ആയിരിക്കും, ഉള്ളിലുള്ള ചാടിപ്പോവും. പിന്നെ ചീഞ്ഞതാണേ മണത്തിട്ടാണെന്നൊന്നും പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ഈ പറഞ്ഞ പോലെ ഇത് പുറത്തു പോകുമ്പോൾ ഈ നാറ്റം എല്ലാവരുടെ മൂക്കിലേക്കും എത്തും. അതായത് ബാക്കിയുള്ളവരുടെ പേരൊക്കെ വലിച്ച് ഇതിനകത്ത് കൊണ്ടുവരും, പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആഡ് ആവും. ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, മലയാള സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് വേറെ കം ടു സോഷ്യൽ മീഡിയ, ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. എന്തൊക്കെയാ സോഷ്യൽ മീഡിയയിൽ അടുത്തെന്താ അറിയോ, ഒരു സിനിമ വരണം, സെലിബ്രിറ്റീസ് വൈഫ് ഇൻവേർട്ടഡ് കോമയിൽ ആദ്യത്തെ ഹാഫിൽ സെലിബ്രിറ്റി ആയ ഹസ്ബൻഡ് മരിക്കുന്നു. വൈഫ് കഷ്ടപ്പെടുന്നു, വീട് സഹായിക്കാൻ ലോൺ സഹായം അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ ഓക്കെ ബൈ.